الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിലെ കിതാബ് സലയിലെ ബാബു ഫദ്ലി സലാത്തിൽ ജമാഅ വ വുജൂബിഹ, ജമാഅത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയും അതുപോലെ അത് നിർബന്ധമാണ് എന്നറിയിക്കുകയും ചെയ്യുന്ന അധ്യായം എന്ന അധ്യായത്തിലെ ഹദീസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച് ആരംഭിച്ചത്. നാം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നിർബന്ധമാക്കിയ അമലുകളിൽ ഏറ്റവും മുന്നിലുള്ള അമൽ, ഏറ്റവും നിർബന്ധമായ അമൽ എന്ന് പറയുന്നത് നിസ്കാരമാണ്. ആ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയെങ്കിലും നിസ്കരിക്കുക എന്നതല്ല അല്ലാഹു തആല ശർആക്കിയിട്ടുള്ളത്. മറിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് വിളിക്കുന്ന സ്ഥലത്ത് തന്നെ പോയി ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് അല്ലാഹു തആല നിർബന്ധമാക്കിയിരിക്കുന്നു. അഥവാ ബാങ്ക് കേൾക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് കുറ്റകരമായ കാര്യമാണ്. അവന്റെ നിസ്കാരം സഹീഹാകുമെങ്കിലും അവന് കുറ്റകരമായ കാര്യമാണ് എന്നുള്ള കാര്യമെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ആരംഭത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടത് വാജിബാണ് എന്ന് അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തതായി പോകുന്നത്. വഅൻഹു قال رسول الله صلى الله عليه وسلم إن أثقل صلاة على المنافقين صلاة العشاء وصلاة الفجر ولو يعلمون ما فيهما لأتوهما ولو حبوا ولقد هممت أن آمر بالصلاة فتقام ثم آمر رجلا فيصلي بالناس ثم أنطلق معي برجال معهم حزم من حطب إلى قوم لا يشهدون الصلاة فأحرق عليهم بيوتهم بالنار. وعنه എന്ന് പറഞ്ഞത് وعن أبي هريرة, അഥവാ തൊട്ട് മുമ്പിലുള്ള ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് കൊണ്ടാണ് അങ്ങനെയാണ് മുഹദ്ദിസുകൾ ചെയ്യുക. അഥവാ അവരുടെ കിതാബിൽ ഹദീസിൽ പരമാവധി ചുരുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ഹദീസ് ആദ്യം ഒരു സഹാബി റിവായത്ത് ചെയ്തു, അതേ സഹാബി തന്നെയാണ് തൊട്ടടുത്ത ഹദീസാണെങ്കിൽ അങ്ങനെ കൊടുക്കും. വഅൻ ഉമർ അയ്ളൻ എന്ന് നമ്മൾ അർബഊൻ നവവിയിലൊക്കെ കേട്ടിട്ടുണ്ടാകും. ആദ്യം പറയുമ്പോൾ ഇമാം നവവി റഹിമഹുല്ലാഹ് അൻ അമീരുൽ മുഅ്മിനീൻ അബി ഹഫ്സിൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന അദ്ദേഹത്തിന്റെ ലഖബും അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരും അദ്ദേഹത്തിന്റെ പേരുമെല്ലാം കൊടുത്തിട്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഹദീസ് ജിബ്രീൽ ഉദ്ധരിക്കുന്ന സമയത്ത് വഅൻ ഉമർ അയ്ളൻ, അഥവാ ഉമർ തന്നെയാണ്, അഥവാ ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ ചുരുക്കി പറഞ്ഞു. അതേപോലെ ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് തൊട്ടു മുമ്പത്തെ ഹദീസും അദ്ദേഹം തന്നെയായിരുന്നു. ശരി, ഹദീസിലേക്ക് പോകാം. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്ഖല സ്വലാത്തിൻ അലൽ മുനാഫിഖീൻ, മുനാഫിഖുകൾക്ക് ഏറ്റവും ഭാരമുള്ള പ്രയാസകരമായിട്ടുള്ള നിസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തുൽ ഇശാഇ വസ്സലാത്തുൽ ഫജ്ർ, ഇശാ നിസ്കാരവും ഫജ്ർ നിസ്കാരവുമാണ്. മുനാഫിഖുകൾക്ക് ഏറ്റവും പ്രയാസകരമായ രണ്ട് നിസ്കാരങ്ങൾ ഈ രണ്ട് നിസ്കാരമാണ്. വലൗ യഅലമൂന, അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാ ഫീഹിമ, അവ രണ്ടിലും എന്താണുള്ളതെന്ന്, ലഅതൗഹുമ വലൗ ഹബുവ, ഇഴന്നിട്ടാണെങ്കിലും അവർ അതിനു വേണ്ടി വരുമായിരുന്നു. വലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാഹ്, ഞാൻ ശക്തമായി വിചാരിച്ചു നിസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കാൻ. ഫതുഖാം, എന്നിട്ട് ആ നിസ്കാരം അവിടെ നിർവഹിക്കപ്പെടണം. സുമ്മ ആമുറ റജുലൻ ഫയുസല്ലി ബിന്നാസ്, അഥവാ ഒരു വ്യക്തിയെ കൊണ്ട് ജമാഅത്തായി മസ്ജിദിലേക്ക് ഇമാമായി നിസ്കരിക്കാൻ ഒരാളെ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ജമാഅത്ത് അവിടെ നടക്കണം. എന്നിട്ട് സുമ്മ അൻതലിഖ മഅയ ബിരിജാലിൻ മഅഹും ഹുസമു മിൻ ഹതബ്, എന്നിട്ട് കുറച്ച് വിറക് കൊള്ളികളുമായി ഉള്ള കുറച്ച് യുവാക്കളുമായി, കുറച്ച് ആളുകളുമായി ഞാൻ ഇങ്ങനെ പുറത്തേക്ക് പുറപ്പെടും. ഇലാ ഖൗമിൻ ലാ യശ്ഹദൂന അസ്സലാ, ജമാഅത്തിന്റെ സമയമായിട്ടും മസ്ജിദിലേക്ക് വരാതെ വീട്ടിലിരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് ഞാൻ പുറപ്പെടും. അങ്ങനെ അവരുടെ വീടുകൾ തീ കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കാൻ ഞാൻ പുറപ്പെടണമെന്ന് ഉദ്ദേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് ചെയ്തിട്ടില്ല. ശരി, ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മുനാഫിക്കുകൾക്ക്
നിസ്കാരം വളരെ ഭാരമാണ്, പ്രത്യേകിച്ചും ഇശാ നിസ്കാരവും ഫജ്ർ നിസ്കാരവും. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുനാഫിക്കുകൾ നിസ്കരിക്കും. അവർ നിസ്കരിക്കും. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ കാഫിറുകളെ പോലെ ദീനിനെ പൂർണ്ണമായി നിഷേധിച്ച് മാറിയിരിക്കുന്ന ആളുകളല്ല, മറിച്ച് അവർ നിസ്കരിക്കും, നോമ്പെടുക്കും, സക്കാത്ത് കൊടുക്കും, ഇങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യും. പക്ഷെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ പ്രവൃത്തിയോട് യാതൊരു തരത്തിലുള്ള താല്പര്യവും അവർക്കുണ്ടാവുകയില്ല. വെറുത്തുകൊണ്ട് മാത്രമാണ് അവർ പ്രവൃത്തികൾ ചെയ്യുക. ജനങ്ങളെ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അഥവാ പൂർണ്ണമായ മുനാഫിക്കിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അവൻ ബാഹ്യമായി ഇസ്ലാമിന്റെ പല രൂപങ്ങളും അവൻ അണിഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ മുസ്ലിമീങ്ങളുടെ പേര് സ്വീകരിക്കും, മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും ചെയ്യും. പക്ഷെ അവന്റെ ഉള്ളിൽ തികച്ച കുഫർ മാത്രമായിരിക്കും. ഇതിനോടൊന്നും യാതൊരു താല്പര്യവും ഉണ്ടാവുകയില്ല, ഇതൊന്നും കൊണ്ടൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്നുള്ള വിശ്വാസമായിരിക്കും അവനുണ്ടാകുക. അങ്ങനെയുള്ള മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കടുത്ത മുനാഫിക്കുകൾ നരകത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ മുനാഫിക്കുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ അഥവാ സഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സഹാബികളല്ല, സഹാബികളുടെ കൂട്ടത്തിൽ ഇവർ വരുമായിരുന്നു. അങ്ങനെയുള്ള മുനാഫിക്കുകൾ സഹാബികൾ എന്ന് പറയാറില്ല. മുഅ്മിനീങ്ങളായ ആളുകളെയാണ് സഹാബി എന്ന് പറയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സഹാബത്തിന്റെ കൂട്ടത്തിലൂടെ ഇവരിങ്ങനെ നിസ്കരിക്കാനൊക്കെ വരും. പല പ്രവർത്തനങ്ങളിലും അവർ വരും. യുദ്ധത്തിൽ വരെ അവർ വരാറുണ്ട്. എന്നിട്ട് പല കാരണങ്ങൾ പറഞ്ഞ് അവർ പിന്തിരിഞ്ഞു പോകും. അങ്ങനെ സഹാബത്തിനെ മോശമാക്കി പറയും. ഇതെല്ലാം മുനാഫിക്കുകൾ ചെയ്തിരുന്ന പണിയാണ്. അപ്പൊ അതുപോലെ അവർ നിസ്കാരത്തിൽ അങ്ങനെ വരാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ളത് അത് ഫജർ നിസ്കാരവും അതുപോലെ തന്നെ ഇശാ നിസ്കാരവുമാണ് എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നു, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ രണ്ട് നിസ്കാരത്തെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. ഈ രണ്ട് നിസ്കാരത്തിൽ പ്രത്യേകിച്ച് പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മശഖത്തു ദഹാബി ഇലൈഹിമ, ഈ രണ്ട് നിസ്കാരത്തിന് പോകൽ അല്പം പ്രയാസമാണ്. കാരണം ഒന്ന്, ഇശാ നിസ്കാരം എന്ന് പറയുന്നത് പണ്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കുറച്ച് വൈകിയാണ് നിസ്കരിച്ചിരുന്നത്. അത് ആളുകൾക്ക് ഉറങ്ങാൻ ക്ഷീണമൊക്കെ ആയിട്ട് ഉറങ്ങാനുള്ള വലിയ താല്പര്യമുള്ള സമയമായിരിക്കും. അപ്പോൾ ഉറക്കിന് നിസ്കാരത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മസ്ജിദിലേക്ക് വരികയില്ല. അവർ വീട്ടിലിരുന്ന് അങ്ങനെ വേഗം ഉറങ്ങാൻ തുടങ്ങും, അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങളിലേക്ക് അവർ തിരിയും. അതുപോലെ തന്നെയാണ് ഫജ്ർ നിസ്കാരവും. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം വരെയുള്ള നിസ്കാരമാണ്, അതും താല്പര്യം ഉണ്ടാവുകയില്ല. അവർക്ക് ഉറക്കം അതങ്ങനെ ആസ്വദിച്ചുറങ്ങണം. ആ ആസ്വദിച്ചുറങ്ങുന്നതിന്റെ അവസാന സമയത്ത് അത് മുറിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് വരിക എന്നുള്ളത് അവർ ഒരിക്കലും താല്പര്യപ്പെടുകയില്ല. അവർ മറിച്ച് താല്പര്യപ്പെടുക അവർക്ക് റാഹത്തായി അവരുടെ ഉറക്കൊക്കെ പൂർണ്ണമായി മാറുന്നത് വരെ അങ്ങനെ ഉറങ്ങി എപ്പോഴാണ് ഉറക്കൊക്കെ കഴിയുമ്പോൾ അവർ അപ്പോഴെഴുന്നേൽക്കും. ഈ കാരണത്താൽ അവർക്ക് സുബഹിക്കും അതുപോലെ ഇശായിനും വരൽ വലിയ പ്രയാസമാണ്. അത് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാരണം ഖഫാഉ റിയാഇ ഫീഹിമ, ഈ രണ്ട് നിസ്കാരത്തിലും ലോകമാന്യത അത് കുറയും. കാരണം പൊതുവെ ഈ രണ്ട് നിസ്കാരം ഇരുട്ടിലൂടെയാണ് വരേണ്ടത്. അപ്പോൾ ഒരുപാട് ആളുകളൊന്നും കാണുകയില്ല. അവൻ മസ്ജിദിലേക്ക് വരുന്നതൊന്നും അപ്പുറത്തും ഇപ്പുറത്തൊന്നും എല്ലാവരും കണ്ടുകൊള്ളുന്നില്ല. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് മുഴുവൻ ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മസ്ജിദിലേക്ക് വരുന്നുണ്ട്, ഞാൻ മുസ്ലിമുകളുടെ കൂടെയുണ്ട്, മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നുണ്ട് എന്ന് ആളുകൾ അറിയണം. അങ്ങനെ അറിയുന്ന പ്രവർത്തിക്കാൻ നിൽക്കുകയുള്ളൂ. എന്നാൽ ഈ രണ്ട് നിസ്കാരവും അത് ഇരുട്ടിലാണുള്ളത്. ഒന്ന് ഇരുട്ടിന്റെ ആദ്യത്തിൽ അഥവാ ഇശാ നിസ്കാരം എന്ന് പറയുന്നത് ഇരുട്ടിങ്ങനെ കടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അത്തമ എന്ന് ഇശാ നിസ്കാരത്തിന് പറയാറുണ്ട്. അത് ഇരുട്ട് കടുക്കുമ്പോഴാണ് അത്തമ എന്ന് പറയുന്നത്. അതുപോലെ ഫജ്ർ നിസ്കാരം ഇരുട്ടിന്റെ അവസാനത്തിലാണ്. അപ്പൊ ഇത് രണ്ടും ചെയ്യുന്നത് പൊതുവെ അധികം ജനങ്ങളൊന്നും കാണുകയില്ല. ജനങ്ങൾ പലരും ഉറങ്ങുന്നവരായിരിക്കും, പലരും അങ്ങാടികളിൽ ഉണ്ടാവുകയില്ല, അങ്ങാടികളൊക്കെ ശാന്തമായിരിക്കും. അപ്പൊ അങ്ങാടികളിലൂടെയൊക്കെ മസ്ജിദിലേക്ക് വരുന്നൊന്നും ആരും കാണുകയില്ല. മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ആള് കാണാതെ പണിയെടുക്കുക എന്ന് പറയുന്നത് അതിന് തീരെ താല്പര്യം ഉണ്ടാവുകയില്ല. ഇതാണ് പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പറഞ്ഞ രണ്ട് കാരണങ്ങൾ. അതുകൊണ്ടാണ് ഈ രണ്ട് നിസ്കാരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞത്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിസ്കാരവും പ്രയാസം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വൈദാ ഖാമു ഇലസ്സലാത്തി, അവർ നിസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഖാമു കുസാല, അവർ ഇങ്ങനെ മടിയന്മാരായിട്ടാണ് നിൽക്കുക. യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ആകെ ലക്ഷ്യം. വലാ യസ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, കുറച്ചേ അള്ളാഹുവിനെ ഓർമ്മിക്കുകയുള്ളൂ, കുറച്ച് ഓർമ്മിക്കും. അതല്ലാതെ നിസ്കരിക്കണമെന്നുള്ള ചിന്ത കൊണ്ടോ നിസ്കാരം കൊണ്ടൊരു ഖുശൂ കിട്ടണം, അള്ളാഹുവിലേക്ക് അടുക്കണം എന്നുള്ള വല്ല താല്പര്യം കൊണ്ടോ ഒന്നും നിസ്കരിക്കാൻ വരുന്നതല്ല. ആളുകളെ കാണിക്കണം, അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ദിക്ർ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടായാൽ ആയി. ഇതാണ് മുനാഫിക്കുകളുടെ എല്ലാ നിസ്കാരത്തെക്കുറിച്ചുള്ള പൊതുരീതി അതാണ്. എന്നാൽ ഈ രണ്ട് നിസ്കാരം നാം പറഞ്ഞ രണ്ട് കാരണത്താൽ അവർക്ക് ഏറെ പ്രയാസകരമാണ്. ആരെയും കാണിക്കാനുള്ള സാധ്യതയും കുറവാണ്. വരാനും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ഉറക്കം എന്ന വലിയ കടമ്പ, അതുപോലെ അങ്ങനെ സൗകര്യപ്രദമായി അങ്ങനെ വീട്ടിൽ കഴിയുക എന്നുള്ള രണ്ട് കാര്യങ്ങൾ അവർക്ക് തടയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ യഅലമൂന, അഥവാ ഈ നിസ്കരിക്കാൻ വരാത്ത മുനാഫിക്കുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, മാ ഫീഹിമ, അവ രണ്ടിലും ഉള്ളത്,
ഐ ഫി സലാത്തൈ അൽ ഇശാ വൽ ഫജ്ർ, അഥവാ സലാത്തുൽ ഇശയും ഫജ്റും, ഈ രണ്ട് നിസ്കാരത്തിലും ഉള്ളത് അവർ അറിഞ്ഞിരുന്നെങ്കിൽ. എന്തുള്ളത്? അഥവാ അതിലുള്ള പ്രതിഫലം, ആ നിസ്കാരത്തിന് വന്നാൽ കിട്ടുന്ന പ്രതിഫലം അവർ അറിഞ്ഞിരുന്നെങ്കിൽ. അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു അത് ഉപേക്ഷിച്ചാലുള്ള ശിക്ഷ എത്ര വലിയ ഗൗരവമുള്ളതാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. രണ്ട് നിലക്ക് പറഞ്ഞു. ഒന്നുകിൽ ഈ രണ്ട് നിസ്കാരത്തിന് വലിയ പ്രതിഫലം പറയപ്പെട്ട നിസ്കാരങ്ങളാണ്. ഏറ്റവും അഫ്ളലായിട്ടുള്ള നിസ്കാരം അസർ നിസ്കാരമാണ്, പിന്നീടുള്ളത് ഫജ്റും പിന്നെ ഇശായുമാണ്. ഇതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള നിസ്കാരങ്ങൾ. അപ്പൊ ഈ രണ്ട് നിസ്കാരത്തിനുമുള്ള ശ്രേഷ്ഠത, അതിന് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ കൂലി എത്രയാണ് എന്നവൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ രണ്ട് നിസ്കാരങ്ങൾ ഉപേക്ഷിച്ചാൽ അവന് കിട്ടാൻ പോകുന്ന ശിക്ഷ എത്ര കടുത്തതായിരിക്കും എന്നവൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ആ രണ്ട് നിസ്കാരത്തിനും അവൻ വരും. വലൗ ഹബ്വ, അവൻ ഇങ്ങനെ എഴഞ്ഞുകൊണ്ടാണ് വരുന്നത് എങ്കിലും. അല്ല, പൊതുവെ എഴഞ്ഞു കൊണ്ട് വരുന്നത് എപ്പോഴാണ്? ഒരു കാര്യത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് കാണുമ്പോൾ അല്പം പ്രയാസമുള്ളവൻ കഷ്ടപ്പെട്ടിട്ട് വരും. അല്ലെ, എവിടെയെങ്കിലൊക്കെ വെറുതെ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ 1000-ന്റെ നോട്ട് 2000-ന്റെ നോട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്നു പറഞ്ഞാൽ നടക്കാൻ കഴിയാത്തവനും എങ്ങനെയെങ്കിലൊക്കെ അത് അള്ളിപ്പിടിച്ച് അവിടേക്ക് എത്തി അത് വാങ്ങും, അതിന്റെ പ്രതിഫലം. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷ കിട്ടും, ഇവിടെയുള്ള പ്രയാസത്തിൽ നിന്നൊക്കെ നമുക്ക് സുരക്ഷയായിട്ട് നമ്മൾ രക്ഷിക്കാനൊക്കെ വരും. വലിയ പ്രതിസന്ധികൾ പ്രയാസമൊക്കെ വരുമ്പോൾ ആളുകൾ രക്ഷപ്പെടുന്നത് പല രീതിയിലാണ്. നടക്കാൻ കഴിയാത്ത ആളുകൾ ഏതെങ്കിലും രൂപത്തിൽ രക്ഷപ്പെടും. അപ്പോൾ ആ കിട്ടുന്നതിന്റെ കൂലി, അതല്ലെങ്കിൽ അതിൽ നിന്ന് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം, ഇതിനെക്കുറിച്ച് മനസ്സിലായാൽ അവൻ ഇഴഞ്ഞിട്ടാണെങ്കിലും അതിനുവേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് മുനാഫിക്കുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർ നേരത്തെ തന്നെ ഈ നിസ്കാരത്തിന്റെ പ്രതിഫലത്തെക്കുറിച്ച് മനസ്സിലാക്കി നിസ്കാരം ഉപേക്ഷിച്ചാലുള്ളതിന്റെ കുറ്റവും അതിന്റെ ഗൗരവവും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ വളരെ വഖാറോടുകൂടി, ഗാംഭീര്യത്തോടുകൂടി, സമാധാനത്തോടുകൂടി അവർ മസ്ജിദിലേക്ക് വരും. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. എന്നാൽ മുനാഫിക്കുകൾ അവർ അങ്ങനെയല്ല. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം വരണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഖദ് ഹമംതു. ഹമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ശക്തമായ തീരുമാനമെടുക്കുന്നതിനാണ്, ശക്തമായ ഒരു ചിന്ത എടുക്കുന്നതിനാണ്. പല രൂപത്തിൽ മനസ്സിൽ ചിന്തകളുണ്ട്. വന്ന എന്ന് പറയും, നമുക്കിങ്ങനെ മനസ്സിൽ തോന്നി, ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറയും. അതിൽ ഹമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ശക്തമായ ഒരു കാര്യത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുന്നതിനാണ് ഹമ്മ എന്ന് പറയുക. അപ്പം അത്രയും ഞാൻ തീരുമാനമെടുത്തു, അത് ചെയ്യാറായി, അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. വലഖദ് ഹമംതു, ഞാൻ തീരുമാനമെടുത്തു, അൻ ആമുറ ബിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കാൻ, അഥവാ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ച് കൽപ്പിക്കാൻ. സുമ്മ ആമുറ റജുലൻ ഫയുസല്ലി ബിന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പൊതുവെ ഇമാമായി നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് പിന്തി നിന്നുകൊണ്ട് വേറൊരാളെ കൊണ്ട് ജമാഅത്തായി നിസ്കാരം തുടങ്ങാൻ, ജമാഅത്ത് നിസ്കാരം മസ്ജിദിലേക്ക് തുടങ്ങാൻ. സുമ്മ അൻതലിഖ മഈ ബിരിജാലിൻ മഅഹും ഹുസമു മിൻ ഹതബ്. എന്നിട്ട് കുറച്ച് വിറക് കൊള്ളികളുമായി എൻ്റെ കൂടെ കുറച്ച് ആളുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആളുകളും ഈ ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെ വിറക് കൊള്ളികളുമായി ഞാൻ പുറപ്പെടും. ഇലാ ഖൗമിൻ ലാ യശ്ഹദൂന അസ്സലാ, നിസ്കാരത്തിന് അപ്പോഴും എത്തിയിട്ടില്ലാതെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുന്ന, വീട്ടിലിരിക്കുന്ന ആളുകളെ വീട്ടിലേക്ക്. ഫഉഹരിക അലൈഹിം ബുയൂതഹും ബിന്നാർ, അങ്ങനെ അവരുടെ വീട് ഈ വിറക് കൊള്ളികൾ തീ പിടിപ്പിച്ചുകൊണ്ട് ആ വീടുകൾ കത്തിച്ചാമ്പലാക്കാൻ അതിനുവേണ്ടി ഞാൻ പുറപ്പെടും. ഇങ്ങനെ ഞാൻ ചിന്തിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നാം നേരത്തെ പറഞ്ഞതുപോലെ അവിടുന്ന് അങ്ങനെ ചെയ്തിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നു ചെയ്യാതിരിക്കാനുള്ള കാരണം ഇതായിരിക്കാം, അല്ലാഹു തആല ഇതിന് കൊടുത്തിട്ടുണ്ടാവുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു പ്രവൃത്തിയും അവിടുന്ന് ചെയ്യണമെങ്കിൽ അള്ളാഹു അതിന് അനുമതി കൊടുക്കണം. അള്ളാഹു അതിന് അനുമതി കൊടുത്തിട്ടുണ്ടാവുകയില്ല. അതല്ല എങ്കിൽ കാരണമായി പറഞ്ഞത് ഇമാം അഹ്മദിന്റെ മുസ്നദിലൊക്കെ വന്ന ഒരു റിവായത്തുണ്ട്. ആ റിവായത്തുമായി ബന്ധപ്പെട്ട് ഇത് സഹിഹാണോ അല്ലേ എന്നുള്ള ചെറിയ തർക്കമൊക്കെയുണ്ട്. എന്നാലും അതിൽ വന്നതായി കാണാൻ സാധിക്കും. എന്താണത്? ലൗലാ മാ ഫിൽ ബുയൂതി മിനൻ നിസാഇ വസ്സുരിയ്യ, വീട്ടിൽ സ്ത്രീകളും കുട്ടികളും ഇല്ലായിരുന്നെങ്കിൽ ലഅഖംതു സലാത്തൽ ഇശാ നിസ്കാരത്തിന് വേണ്ടി ഞാൻ ആളുകളെ ഏർപ്പാടാക്കും. ഫഅമർതു ഫിത്യാനി യുഹ്രികൂന മാ ഫിൽ ബുയൂതി ബിന്നാർ, എന്നിട്ട് എൻ്റെ കുറച്ച് യുവാക്കളോട് ഞാൻ പറയും വീടുകളൊക്കെ കത്തിച്ച് കളയണം. അപ്പം അതിൽ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് വീട്ടിൽ സ്ത്രീകളും ചെറിയ കുട്ടികളും ഇല്ലായിരുന്നെങ്കിൽ എന്നാണ്. കാരണം അവർ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരം വാജിബല്ല. അപ്പോൾ വാജിബല്ലാത്തതിന് പേരിൽ അവർ കൂടി ആ ശിക്ഷ കിട്ടേണ്ടതില്ല എന്നൊരു കാരണത്താൽ ആണ് എന്ന് ഈ ഹദീസിൽ വന്നതായി കാണാൻ സാധിക്കും. ഈ ഹദീസ് സഹീഹാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ഏതൊരു കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കത്തിച്ചില്ല. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ പാഠം എന്താണ്? ജമാഅത്ത് നിസ്കാരം അത് വാജിബാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മാത്രം കിട്ടും. ഈ ജമാഅത്ത് നിസ്കാരം വാജിബാണ്. കാരണം വാജിബായ ഒരു കാര്യം ഒരാൾ ഉപേക്ഷിച്ചാലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇങ്ങനെയുള്ള ശിക്ഷ പറയുകയില്ല. തീ കൊണ്ട് കത്തിക്കാനാണ് അവിടുന്ന് ഒരുങ്ങിയിട്ടുള്ളത്. അത്
വാജിബായ ഒരു കാര്യം ഉപേക്ഷിച്ചാലല്ലാതെ ഒരിക്കലും അത് ചെയ്യുകയില്ല. സുന്നത്തായ ഒരു കാര്യം ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അങ്ങനെ പറയേണ്ടതില്ല. കാരണം സുന്നത്തായ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്താൽ കൂലി കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ യാതൊരു കുറ്റവുമില്ല. അതാണ് സുന്നത്തായ കാര്യം. ഇനി അതല്ല, ചില പണ്ഡിതന്മാരുടെ കൗലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഫർളു കിഫായയാണ് എന്നുള്ളത്. അഥവാ ഒരു നാട്ടിൽ ഒരു മഹല്ലിൽ കുറച്ച് ആളുകൾ മസ്ജിദിലേക്ക് വന്ന് ജമാഅത്ത് നിസ്കരിച്ച ബാക്കിയുള്ള ആളുകൾക്കൊന്നും വേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ അതിനുള്ള മറുപടിയാണിത്. കാരണം ഇവിടെ മസ്ജിദിൽ കുറച്ച് ആളുകൾ ഉണ്ടല്ലോ, മസ്ജിദിൽ കുറച്ച് ആളുകൾ ഈ ഹദീസിൽ പറയുന്നുണ്ട്. എന്നിട്ടും വരാത്ത ആളുകളെ തേടിയിട്ടാണ് പോകുന്നത്. ആരെയും മസ്ജിദിൽ കാണാത്തപ്പോൾ പോയതല്ല, ഫർളു കിഫായ നടക്കാത്തത് കൊണ്ട് പോയതല്ല. ഫർളു കിഫായ ആയിട്ട് അവിടെ നടക്കുന്നുണ്ട്. മഹല്ലിലെ കുറച്ച് ആളുകൾ മസ്ജിദിൽ വന്നിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് ആളുകൾ ബാക്കിയുള്ള ആളുകളുടെ വീട്ടിലേക്കാണ് തേടിപ്പോകുന്നത്. അതിൽ നിന്നുമാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ജമാഅത്ത് നിസ്കാരം ഫർളു ഐനാണ്. ഓരോ പുരുഷന്മാരും ഒരു മഹല്ലിൽ ബാങ്ക് കേൾക്കുന്ന ഓരോ വീട്ടിലെയും പുരുഷന്മാർ, അവർക്ക് ഉദറുകളില്ല എങ്കിൽ, ഉദറുകൾ ഒരുപാടുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. രോഗിയായി കിടപ്പിലാകുക, അങ്ങനെയുള്ള ഒരുപാട് ഉദറുകളുണ്ട്. അങ്ങനെ ഉദറൊന്നും ഇല്ലാതെ ആരോഗ്യവാനായി സുഖമായി ഇരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. അഥവാ ഉപേക്ഷിച്ചാൽ ഓരോ നിസ്കാരത്തിനും വൻ പാപമാണ് അവർ ചെയ്യുന്നത്, വൻ പാപമാണ് അത് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന് അറിയിക്കുന്ന ഹദീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസാണ് ഈ ഹദീസ് എന്ന് കാണാൻ സാധിക്കും. ചില റിവായത്തിൽ വന്നിട്ടുള്ളത് സുമ്മൻ തലിഖ മഅയ ബിരിജാലിൻ മഅഹും ഹുസമു മിൻ ഖതബിൻ ഇലാ ഖൗമിൻ ലാ യശ്ഹദൂനൽ ജുമുഅ, ജുമുഅക്ക് പങ്കെടുക്കാത്ത ആളുകളുടെ വീട് കത്തിക്കാനാണ് പോകുന്നത് എന്ന് ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം ജുമുഅക്ക് മാത്രമല്ല. ഈ ഹദീസിൽ അത് ഇശാ നിസ്കാരത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ജുമുഅക്കും അത് ബാധകമാണ്, ജുമുഅയും അതുപോലെ നിർബന്ധമാണ്. എന്നാൽ ചില ആളുകൾ കേവലം ജുമുഅ മാത്രമാണ് എന്നങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ജുമുഅക്ക് മാത്രം എല്ലാവരെയും കാണാൻ പറ്റും. നമുക്കൊരു മഹല്ലിലെ എല്ലാ ആണുങ്ങളൊക്കെ കാണണമെങ്കിൽ ജുമുഅയാകണം എന്ന അവസ്ഥയാണ്. സുബഹിയായ കാണാൻ പറ്റൂല, ളുഹറിനോ അസറിനോ ഒന്നും കാണാൻ പറ്റൂല. എല്ലാവരും പല തിരക്കിലാണ്, ഒന്നുകിൽ ജോലി തിരക്കിലാണ് അല്ലെങ്കിൽ ഉറക്കത്തിലാണ്. അവർ വലിയ ചെയ്യുന്ന വൻ പാപമാണ്, ഇത്രയും വലിയ കുറ്റകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ആളുകളുണ്ട് എങ്കിൽ, നമ്മുടെ കുടുംബക്കാരായ ആളുകളുണ്ട് എങ്കിൽ, പരിസര പ്രദേശങ്ങളിൽ അയൽപ്പക്കങ്ങളിലൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ അറിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അറിയിക്കണം. നമുക്ക് പണ്ഡിതന്മാരൊക്കെ കാണാൻ സാധിക്കും, അവരുടെ ഒരു സുന്നത്തിൽപ്പെട്ടതാണ്. അവർ പോകുന്ന വഴിയിലൊക്കെ വിളിച്ചുകൊണ്ടാണ് പോകാറുണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അധികം ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിസ്കാരത്തിന്റെ കാര്യം. നിസ്കാരത്തെ പോലെ മറ്റൊരു കാര്യത്തെക്കുറിച്ചും അവിടുന്ന് ഇത്രയും കടുത്ത ഭാഷയിൽ താക്കീത് ചെയ്തിട്ടില്ല, അഥവാ ഉപേക്ഷിച്ച ആളുകളെ തൊട്ടിട്ട്. നിസ്കാരം അത്രയും ഗൗരവമുള്ള കാര്യമാണ്. അത് ഉപേക്ഷിച്ചാൽ പിന്നീട് അവന്റെ കാര്യം വളരെ കഷ്ടമാണ് എന്നുള്ളത് കൊണ്ടാണത്. ശരി, ഈ ഹദീസിൽ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശറഹിൽ കൊടുത്ത ചില ഫവായിദ്, ചില ഫായിദകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് വായിക്കാം. അതിൽ അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത്, മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരം വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ഈമാനില്ല. അപ്പോൾ ഒരാളുടെ ഈമാൻ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് അയാളുടെ അമലുകൾ അതിന് ശക്തി ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഒരാൾക്ക് അമലുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, അമലുകൾ ചെയ്യുമ്പോഴൊക്കെ മടിയുണ്ട് എങ്കിൽ ഓരോരുത്തർക്കും അവനവന് തിരിച്ചറിയാൻ സാധിക്കും, എൻ്റെ ഈമാൻ കുറഞ്ഞുകൊണ്ടാണ്. അമലുകൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓരോരുത്തർക്കും സ്വന്തമായി അവരുടെ ഈമാൻ അളക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഈമാൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളമേ അയാൾക്ക് അമൽ ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ മുർജിയാക്കൾ പറയുന്നത് പോലെ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിലാണ്, അമലുകളൊന്നായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ പാടില്ല. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിലാണ്. ഞാനൊന്നും ചെയ്യാത്തൊന്നും, ഞാൻ നിസ്കരിക്കാൻ വരാത്തൊന്നും നോക്കേണ്ടതില്ല, ഞാൻ അങ്ങനെ ഇങ്ങനെ സുന്നത്തൊന്നും എടുക്കാത്തൊന്നും നോക്കേണ്ടതിൽ ഈമാൻ എൻ്റെ മനസ്സിലുണ്ട്. എല്ലാവരുടെയും ഈമാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെ പോലെയാണ് എന്ന വിശ്വാസമാണ് മുർജിയാക്കൾക്ക്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരാണ്. മറിച്ച് ഈമാൻ എത്രത്തോളം കൂടുന്നു അത്രയും അമലുകൾ കാണാൻ സാധിക്കും, അമലുകൾ അത്രയും കാണാൻ സാധിക്കും. ഒരാൾക്ക് ഒരുപാട് ഈമാൻ ഉണ്ടാകുക എന്നിട്ട് ഒരു അമലും ചെയ്യാതെ വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് അതുണ്ടാവുകയില്ല. ഈമാൻ അതനുസരിച്ച് അമലും ഉണ്ടാവും. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ ഈമാനില്ല, അതുകൊണ്ട് അമലുകൾ ചെയ്യാൻ വളരെയധികം പ്രയാസമാണ് അവർക്ക് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇഷ്ടമായിരിക്കും, അത് ചെയ്യാനുള്ള പ്രവൃത്തി വളരെ ഇഷ്ടമായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അന്നിസാഉ വത്വയ്യിബ്. എനിക്ക് നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെ കുറിച്ചും അതുപോലെ സുഗന്ധവുമാണ്. ഇതാണ് എനിക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത്, ഇതേ ഉള്ളൂ. ഒന്ന് ഭാര്യമാർ, അതുപോലെ സുഗന്ധം, ഇത് രണ്ടും എനിക്ക് ഇഷ്ടമാണ്. വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ.
എൻ്റെ കൺകുളിർമ എനിക്കുള്ളത് ഇത് രണ്ടിലുമല്ല. എൻ്റെ കൺകുളിർമ എനിക്കുള്ളത് ഫിസ്സല, നിസ്കാരത്തിലാണ് എന്നാണ്. അപ്പം നിസ്കരിക്കുക എന്ന് പറയുന്നത് വളരെ ആസ്വാദ്യകരമായി അതിനോട് വലിയ താല്പര്യം ഉണ്ടാവുക, ഒന്ന് നിസ്കരിക്കുമ്പോൾ സമാധാനം കിട്ടുക, ഒന്ന് ടെൻഷനായാൽ ഒന്ന് വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ കുറച്ചൊരാശ്വാസം കിട്ടുക. സുന്നത്ത് നിസ്കാരത്തിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അതിൻ്റെ സുജൂദിലൊക്കെ അള്ളാഹുവിനോട് കുറച്ച് വിഷമൊക്കെ നീങ്ങാനുള്ള പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടുക. ഇതൊക്കെ ഈമാനിൻ്റെ അടയാളമാണ്. എന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രയാസവും പ്രശ്നമൊക്കെ വരുമ്പോൾ ഒരു അമലും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഈമാൻ വളരെയധികം ദുർബലമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരത്തിലായിരുന്നു കൺകുളിർമ ഉണ്ടായിരുന്നത് എന്നാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ ഫായിദ എന്ന് പറയുന്നത് മുനാഫിക്കുകൾ അവർ നിസ്കരിക്കുമായിരുന്നു, പക്ഷെ വളരെയധികം പ്രയാസത്തോടു കൂടിയാണ് നിസ്കരിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതുപോലെ മൂന്നാമതായി അദ്ദേഹം പറയുന്നത് ആർക്കെങ്കിലും നിസ്കാരമൊക്കെ പ്രയാസമായി തോന്നുന്നുണ്ട് എങ്കിൽ അത് അവൻ മുനാഫിക്കുകളോട് സാദൃശ്യപ്പെടലാണ്. അവൻ്റെ കൽബിലും നിഫാഖിൻ്റെ ഒരു അംശം ഉണ്ട് എന്നുള്ളതിനാണ് അതിൻ്റെ തെളിവാണത്. ഇപ്പം നിസ്കാരമൊക്കെ പ്രയാസം നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ തിരിച്ചറിയുക നിഫാഖ് അതിൻ്റെ ഒരു അടയാളം, അതിൻ്റെ ഒരു അംശം നമ്മുടെ ഹൃദയത്തിലുമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നാണ്. എന്നിട്ട് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലൊക്കെ നിസ്കാരത്തിൽ മടിയനായിട്ടൊക്കെ നിൽക്കുന്ന, നിസ്കരിക്കാൻ വലിയ പ്രയാസമൊക്കെ ആയിട്ട് അലസനായിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടാൽ അവന് മുനാഫിഖ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നാണ്. ഇവൻ മുനാഫിഖാണ്, നീ മുനാഫിഖാണെന്ന് പോയി പറയാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം പറയുന്നു. അങ്ങനെ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ നമുക്ക് അയാളുടെ കൽബിൽ നിഫാഖിന്റെ അംശമുണ്ട് എന്ന് പറയാം. എന്നാലും ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയും, എന്നാൽ പോലും അത് പോയി അയാളോട് പോയി നേരിട്ടൊന്നും പറയരുത്, നിന്റെ കൽബിൽ നിഫാഖുണ്ട് എന്ന് നേരിട്ട് പറയരുത്. കാരണം അങ്ങനെ പറയുക എന്നുള്ളത് അയാൾക്ക് കൂടുതൽ ദേഷ്യം വരും, അയാൾ തീരെ അമലൊക്കെ നിർത്തിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇത് പ്രത്യേകിച്ച് അദ്ദേഹം പറയാൻ കാരണം ചില ആളുകൾ ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ അതുപോലെ ആൾക്കാരോട് പോയി നീ മുനാഫിഖാണ്, കാരണം ഈ ഹദീസ് നമുക്ക് മനസ്സിലായി ഇങ്ങനെ വരാത്ത ആളുകൾ മുനാഫിഖാണെന്ന് ഇട്ട്, അപ്പോൾ നേരെ പോയി നീ മുനാഫിഖാണ്. ഇത് പാടില്ല. നമ്മൾ ദഅവത്ത് ചെയ്യുമ്പോൾ ആളുകളെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട, വളരെ ഗൗരവത്തോട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓൻ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് അറിഞ്ഞാലും ആ തെറ്റിൽ നിന്നും ഓനെ അങ്ങനെ ആ ആളുകളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന രൂപത്തിൽ വേണം സംസാരിക്കാൻ. അല്ല നീ മുനാഫിഖാണ് എന്ന് പോയി പറയുക എന്നുള്ളതല്ല. അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യാതെ മറിച്ച് അവനോട് പറയുക, നിസ്കാരം ഉപേക്ഷിക്കുക എന്നൊക്കെ ഉള്ളത് നിഫാഖിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. മുനാഫിക്കുകൾക്കാണത്രേ നിസ്കാരത്തിൽ അത് ഏറ്റവും കൂടുതൽ മടിയും അതുപോലെ ഇശയും സുബഹിയൊക്കെ ഇല്ലാതെ വീട്ടിലിരിക്കുകയൊക്കെ ചെയ്യുന്നത് മുനാഫിക്കുകളുടെ ലക്ഷണമാണത്ര തുടങ്ങിയ കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കുക. അതല്ല നീ മുനാഫിക്കാണ് എന്ന് പോയി പറയുക എന്നുള്ളതല്ല അതിൻ്റെ ശരിയായ രീതി എന്ന് കാണാൻ സാധിക്കും. ഇനി അദ്ദേഹം ചോദിക്കുകയാണ് വേറൊരു ചോദ്യം. ഒരാൾക്ക് അങ്ങനെ നിസ്കാരത്തിൽ വലിയ പ്രയാസം, നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ പ്രയാസം, അതുപോലെ ജമാഅത്തിന് മസ്ജിദിലേക്ക് വരാൻ പ്രയാസം, അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി ശരീരത്തിനോട് ജിഹാദ് ചെയ്യുന്ന, ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്യുന്ന സമയത്ത് അവനൊരു മുജാഹിദായിട്ട്, സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്യുന്ന ഒരുവനായിട്ട് അവൻ മാറുകയില്ല എന്ന് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നു. അതെ, പക്ഷെ അങ്ങനെ സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്യുന്ന ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉയർന്ന ദർജ കിട്ടുകയില്ല. ഉയർന്ന ദർജ കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ വളരെ ഹൃദയ വിശാലതയോടുകൂടി ഇബാദത്തുകളെ അഭിമുഖീകരിക്കുന്ന ഒരുവനാണ് അതിനേക്കാളും ശ്രേഷ്ഠത കിട്ടുക. പ്രയാസത്തോടുകൂടി അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ തരണം ചെയ്തുകൊണ്ട് വരുന്നവന് അതിൻ്റെതായ കൂലിയുണ്ട്. കാരണം അവനുള്ള മടിയൊക്കെ നീക്കാൻ അവൻ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് അവൻ മസ്ജിദിലേക്കൊക്കെ വരുന്നുണ്ട്, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതൊക്കെ ഇബാദത്തുകളാണോ പ്രയാസമുള്ളത് അതൊക്കെ വളരെയധികം തരണം ചെയ്തുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ പൂർണ്ണ ഹൃദയത്തോടുകൂടി, ഹൃദയ വിശാലതയോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ഒരാളുടെ ഫദ്ലിൽ എത്തുകയില്ല എന്ന് കാണാൻ സാധിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നമ്മളിങ്ങനെ പരിശ്രമിക്കുക തന്നെ വേണം. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പരിശ്രമിക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു നിർബന്ധ കാര്യങ്ങൾ ചെയ്യാനുള്ള വീഴ്ചയുണ്ട് എങ്കിൽ അത് ആവർത്തിച്ച് ചെയ്തുകൊണ്ട് പരിശ്രമിക്കണം. അള്ളാഹു തആല അത് പിന്നീട് അവൻ എളുപ്പമാക്കി നൽകും. ചിലപ്പോൾ തുടക്കഘട്ടത്തിൽ അവന് പ്രയാസമാണ് എങ്കിലും പിന്നീട് അത് എളുപ്പമായി കാണാൻ സാധിക്കും. അതാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത്. ശരി, ഇനി അദ്ദേഹം പറഞ്ഞ വേറൊരു ഫായിദ, അന്ന കുല്ല മൻ കാന യഫ്അലു ശൈഅ റിയാഅൻ, ആളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ആളുകൾ ഫസൗഫ യസ്ഖുലു അലൈഹി, പിന്നീട് അവന് ആ അമൽ ചെയ്യൽ പ്രയാസമാകും. ഇദാ ലം യജിദ് ഫുർസതൻ ലിറിയ, കാണാനൊന്നും ആരും ഇല്ല എന്ന് കണ്ട പിന്നീട് അത് പ്രയാസം. ആളെ കാണിക്കാനാണ് ഒരാൾ ചെയ്യുന്നത് എന്നുള്ള ലക്ഷണത്തിൽപ്പെട്ടതാണ്. പിന്നെ ആളൊന്നും കാണാനില്ലെങ്കിൽ ആ പ്രവൃത്തിയൊന്നും കാണൂല. ആൾക്കാരുണ്ടാകുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ വലിയ താല്പര്യവും അതൊക്കെ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റും അതിന് മുൻനിരയിൽ നിൽക്കുക. ആരും കാണാനൊന്നുമില്ല എന്ന് കാണുമ്പോൾ ആ ഇബാദത്ത് ചെയ്യാൻ ഒരു താല്പര്യമില്ല, അതിനോട് ഒരു താല്പര്യമില്ല, അതിൻ്റെ പിന്നിൽ നിൽക്കുക, പിന്നെ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല എന്ന് പറയുന്നത്
ഖൽബിൽ റിയാ ഉണ്ട്, ലോകമാന്യമുണ്ട്, അതുപോലെ നിഫാഖ് ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ആളുകൾ കാണുമ്പോൾ മാത്രം നമുക്ക് നിസ്കരിക്കാനൊക്കെ നല്ല ആവേശം, ആരും കാണാൻ ഇല്ലാത്തപ്പോൾ നിസ്കരിക്കാനൊന്നും ഒരു താല്പര്യമില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ വളരെയധികം ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമത്തെ ഫായിദയെ അദ്ദേഹം പറഞ്ഞത് ഇശാ നിസ്കാരത്തിന്റെയും ഫജ്ർ നിസ്കാരത്തിനും പങ്കെടുക്കുന്നതിന്റെ ശ്രേഷ്ഠത. അപ്പൊ ആ ശ്രേഷ്ഠതകൾ കൂടി നമ്മൾ അറിയണം. ആ രണ്ട് നിസ്കാരത്തിനും വലൗ യഅലമൂന മാ ഫീഹിമാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഒരു കാര്യം ശ്രേഷ്ഠതയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ആവേശം കൂടും. ഫജ്ർ നിസ്കരിക്കുന്ന സമയത്ത് അത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഇശാ നിസ്കാരത്തിനൊക്കെ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്നുള്ള കാര്യം ചിന്തിക്കും. ആറാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഗുണത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവർ ചെയ്യുകയുള്ളൂ. സ്വന്തം ഗുണത്തിന് എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ അവർ കാര്യങ്ങൾ ചെയ്യാൻ മുന്നിലുണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വ. എന്നിട്ട് പറഞ്ഞു അവർക്കെങ്ങാനും, വേറൊരു ഹദീസിൽ പറഞ്ഞു വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ സത്യം, അല്ലാഹുവാണ് സത്യം, ലൗ യഅലമു അഹദുഹും, നിങ്ങളിൽ ഒരാൾ മനസ്സിലാക്കിയാൽ, അന്നഹു യജിദു അർഖൻ സമീനൻ ഔ മിർമാതൈനി ഹസനതൈനി ലശഹിദൽ ഇശാ, അവന് അവിടെ എന്തെങ്കിലുമൊക്കെ നല്ല ഇറച്ചിയുടെ നല്ലൊരു കഷ്ണം, ഒരു കൊട്ട്, അതല്ലെങ്കിൽ അതുപോലെ വാരിയെല്ലിന്റെ ഏതെങ്കിലും ഒക്കെ ഒരു കഷ്ണം, ഇറച്ചിയുടെ കഷ്ണം അത് മസ്ജിദിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ലശഹിദൽ ഇശാ, അവൻ ഇശാ നിസ്കാരത്തിന് എത്തും. അപ്പൊ അങ്ങനെയുള്ള ദുനിയാവിലെ നിസ്സാരമായ കാര്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാൽ മുനാഫിക്കുകൾ എത്തും. അപ്പൊ മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഭൗതികപരമായി എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുമെങ്കിൽ അവൻ മസ്ജിദിലുണ്ടാകും. ഭൗതികപരമായി എന്തെങ്കിലും ഗുണം കിട്ടുമെങ്കിൽ അവൻ ആളുകൾക്ക് പൊതു സേവനത്തിനുണ്ടാകും. ഒന്നുകിൽ അവന് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം കിട്ടുക, സ്വന്തം ശരീരത്തിന് കിട്ടുക, സ്വന്തം കുടുംബത്തിലേക്ക് കിട്ടുക, സ്വന്തം കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനുണ്ടാകും. അതല്ല എങ്കിൽ അവനെ കൊണ്ട് യാതൊന്നും ഉണ്ടാവുകയില്ല. ഇത് മുനാഫിക്കുകളുടെ സ്വഭാവത്തിലാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവൻ ഇങ്ങനെ ഒരു എല്ലിന്റെ കഷ്ണം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരു ഇറച്ചിയുടെ എല്ലിന്റെ കഷ്ണം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ല. പക്ഷെ അത് കിട്ടുമെന്ന് കാണുന്ന സമയത്ത് വേഗം വരികയാണ്. അപ്പൊ അതിന്റെ മുകളിൽ കിട്ടുന്ന സമയത്ത് എന്തായാലും വരും. അപ്പൊ അവരോട് പറഞ്ഞ ഏറ്റവും ചെറിയൊരു നിസ്സാരമായ കാര്യം പറഞ്ഞു, ഇത് കിട്ടുന്നു കാണുമ്പോൾ തന്നെ അവൻ വരും. ദുനിയാവിന്റെ ചെറിയ കിട്ടുമെന്ന കാര്യം കാണുമ്പോൾ അവൻ വരും, അതല്ല എങ്കിൽ വരികയില്ല എന്നുള്ളതാണ്. ഏഴാമത്തെ ഫായിദ അദ്ദേഹം പറഞ്ഞു, നമ്മൾ നേരത്തെ വിശദീകരിച്ച ഒരു കാര്യമാണ്, അഥവാ ജമാഅത്ത് നിസ്കാരം വാജിബാണ് എന്നുള്ളതിന് ഈ ഹദീസ് തെളിവുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ ഒരു സുന്നത്തായ കാര്യം ചെയ്തതിനു വേണ്ടി വീട് കത്തിച്ചു കളയുക പോലെയുള്ള കാര്യങ്ങൾ പറയുകയില്ല എന്ന് പറഞ്ഞു. എട്ടാമത്തെ ഫായിദ ഹിർസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അദാഇ സ്വലാത്ത് ഫീ ജമാഅത്തായി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള താല്പര്യം, അതുപോലെ സഹാബത്തിന്റെ ഒക്കെ താല്പര്യം, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ. ഒരാളുടെ ഈമാൻ കൂടുന്ന സമയത്ത് ഒരിക്കലും തന്നെ ഇബാദത്തുകളോട് താല്പര്യം കുറയുകയില്ല. ഒരാളുടെ ഈമാൻ കൂടുന്ന സമയത്ത് വീണ്ടും വീണ്ടും കൂടുതൽ ചെയ്യാനാണ് താല്പര്യം ഉണ്ടാവുക. അല്ലാതെ ഒരു ഈമാനിന്റെ ഒരു പദവിയിൽ എത്തിയിട്ട് പിന്നെ അമലുകൾ ചെയ്യാതിരിക്കുക എന്ന അവസ്ഥ ഉണ്ടാകുകയില്ല. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരെ. സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഏറ്റവും ഈമാനുള്ള ആൾ, അതുകൊണ്ട് അവിടുന്നാണ് ഏറ്റവും കൂടുതൽ അമലുകൾ ചെയ്തത്. പിന്നീട് സഹാബത്തിന്റെ കൂട്ടത്തിലൊക്കെ ഈമാൻ കൂടുതലുള്ള ആളുകളാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പല ആളുകളും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അവർ ഈമാനിന്റെ ഒക്കെ വലിയ പദവിയിലെത്തിയിട്ടുണ്ട്. കാരണം ഈമാനിന്റെ ഏറ്റവും വലിയ പദവിയാണ് യഖീൻ എന്ന് പറയുന്നത്. അഥവാ നല്ല ദൃഢബോധ്യമാണ് ഉണ്ടാവുക. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച്, ആഖിറത്തിനെ കുറിച്ചിട്ടൊക്കെ ദൃഢബോധ്യമാണ്. കൺമുന്നിൽ കാണുന്നത് പോലെ അവർ അത് വിശ്വസിക്കും. അങ്ങനെയാണ് അവർ ചെയ്യുക. നരകം കൺമുന്നിൽ കാണുന്നത് പോലെ കണ്ടിട്ട് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കും പേടിച്ചുകൊണ്ട്. സ്വർഗം കൺമുന്നിലുണ്ട് എന്നുള്ളതുപോലെ അവർ ഓരോ അമലുകൾ ചെയ്യും. അത് യഖീനുള്ള ആളുകൾക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ യഖീനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. അവർക്ക് കൂടുതൽ ഖശിയത്ത് ഉണ്ടാവും, ഹറാമായ കാര്യങ്ങളോട് കൂടുതൽ പേടിയുണ്ടാകും. ഓരോ സുന്നത്തുകളും പരമാവധി ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് യഖീനെത്തിയ ആളുകളുടെ അവസ്ഥ അങ്ങനെയാണ് ഉണ്ടാക്കുക, നല്ല ഈമാനിന്റെ ഉന്നതമായ അവസ്ഥയിലെത്തിയ ആളുകൾ. എന്നാൽ ചില ആളുകൾ അവർ പറയുന്നത് അത് ഒരായത്തിനെ അവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീൻ എത്തുന്നത് വരെ, ഉറപ്പായ കാര്യം എത്തുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരതിനെ ദുർവ്യാഖ്യാനിക്കുന്നു. യഥാർത്ഥത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇവിടെ പറഞ്ഞാൽ യഖീൻ എന്ന് പറയുന്നത്, ഉറപ്പായ കാര്യം എന്ന് പറയുന്നത് അൽ മൗത്ത്, മരണം. അഥവാ മരണം വരെ ഇബാദത്ത് ചെയ്യുക. ഉറപ്പായ കാര്യം, ഏറ്റവും ദുനിയാവിൽ ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മരണം. അത് സംഭവിക്കുന്ന കാര്യത്തിൽ
ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇന്ന് വരെ ഒരു യുക്തിവാദി പോലും മരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് തർക്കിക്കാൻ വന്നിട്ടില്ല. കാരണം അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യം. അപ്പം അത് ഏറ്റവും ഉറപ്പായ കാര്യമായ മരണം വരുന്നത് വരെ ഇബാദത്ത് ചെയ്യുക എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യം മരിക്കുന്നത് വരെ ഇബാദത്ത് ചെയ്യണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയിൽ, അവിടുത്തെ സുന്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടുന്ന് മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് അവിടുന്ന് ബോധം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവസാന സമയത്ത് ബോധം പോകുന്നു, സ്വന്തമായി വെള്ളം കൊണ്ട് മുഖം തടവുന്നു. അങ്ങനെ അവിടുന്ന് വിളിച്ചു പറയുകയാണ്, അസ്സലാ അസ്സലാ വമാ മലക്കത് ഐമാനുക്കും, നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ ഭാര്യമാർ, അടിമ സ്ത്രീകൾ, അതുപോലെയുള്ള നിങ്ങളുടെ സ്വന്തം കീഴിലുള്ള ആളുകളുടെ വിഷയം, അവരോട് ദുൽമ ചെയ്യാൻ പാടില്ല. ഈ 2 കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തിൽ ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നിസ്കരിക്കാൻ വരികയാണ്. അതോ മരിക്കുന്നത് വരെ അവിടെ നിസ്കാരത്തിന്റെ കാര്യം സ്വന്തമായി നിർവഹിക്കുകയും അത് സഹാബത്തിന്, അത് അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകളാണ് സഹാബത്ത്, ചുറ്റുമുള്ള അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും തുടങ്ങിയ എല്ലാം അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകളാണ്, അവരോട് കൽപ്പിക്കുകയുമാണ് ചെയ്തത്. അവരുടെ എല്ലാം അവസ്ഥയിൽ കാണാൻ സാധിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മരിച്ച നിസ്കാരത്തിലാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ലക്ഷ്യം. എന്നാൽ പിശാജിന്റെ ഔലിയാക്കളുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇബാദത്തും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ചില ആളുകൾ പിശാജിന്റെ ഔലിയാക്കളെയാണ്, അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ട് നിസ്കരിക്കാത്ത, നോമ്പെടുക്കുന്നവനെ മുറിപ്പിക്കുന്ന, അങ്ങനെ തോന്നിവാസികളായിട്ടുള്ള ആളുകളെ അള്ളാഹുവിന്റെ ഔലിയാക്കളായി കാണുകയും അള്ളാഹുവിനെ പോലെയാണെന്ന് വാദിക്കുന്ന കുഫ്റൻ വാദങ്ങൾ. സഹോദരങ്ങൾ, വളരെ കടുത്ത രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഏറ്റവും മുമ്പിലുള്ളതാരാണ്? അള്ളാഹുവിന്റെ അമ്പിയാക്കളും അള്ളാഹുവിന്റെ സാലിഹ്യങ്ങളായ അടിമകളുമാണ്. അതിലേറ്റവും ഖൈറുന്നാസ് എന്ന് പറഞ്ഞത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അതിലേറ്റവും ഖൈറാണെന്ന് പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവരെങ്ങനെയാണ് നോക്കുക? ഈ ഔലിയേക്കാളും മുകളിൽ നിൽക്കുന്ന ഔലിയുണ്ടോ? അത് ചിന്തിക്കുക. ആ ബുദ്ധി പോലും കൊടുക്കാതെ ഈ മുസ്ലിയാക്കന്മാർ അവരുടെ ദുനിയാവും ആഖിറത്തും കൊള്ളയടിക്കുന്ന സമയത്ത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കാര്യം വളരെ കഷ്ടമാണ്. അതുകൊണ്ട് വിഷയം ചിന്തിക്കുക എന്ന് സാന്ദർഭികമായി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജമാഅത്ത് നിസ്കാരത്തിന് അങ്ങേയറ്റം താല്പര്യം കാണിച്ചത് കാണാൻ സാധിക്കും. ഇനി അദ്ദേഹം അവസാനമായി ഒരു വിഷയം പറഞ്ഞത്, ഹൽ യജൂസു ഫി ശരീഅത്തിൽ ഇസ്ലാമിയ്യ അൻ യുഅസ്സറ അഹദുൻ ബിൽ ഇഹ്റാഖി ബിന്നാർ, തീ കൊണ്ട് ആരെങ്കിലും ശിക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാം ശരീഅത്തിൽ അത് അനുവദനീയമാണോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു അസ്ൽ അത് പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസിൽ കാണാൻ സാധിക്കും. കാരണം തീ കൊണ്ട് ശിക്ഷിക്കുക എന്നുള്ളത് അത് തീയിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. തീ കൊണ്ട് ശിക്ഷിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനം അതാണ്. എന്നാൽ സഹാബത്തും മനസ്സിലാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. സഹാബത്തിൽ ചിലർ ലൂത്തികളായ അഥവാ സ്വവർഗരതികളായ ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ തീ കൊണ്ട് ശിക്ഷിക്കാൻ കൽപ്പിച്ചതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയുള്ളത് ചില സമയത്ത്, കാരണം അങ്ങേയറ്റം വൃത്തികെട്ട അങ്ങേയറ്റം ശിക്ഷ ലഭിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് അതിൽ നിന്നും ബഹുദൂരം വിട്ടുനിൽക്കാൻ താല്പര്യം ഉണ്ടാകുന്നവരെ കാരണമായിക്കൊണ്ട് അങ്ങനെ ചിലപ്പോൾ ചെയ്യാം എന്നുള്ളതാണ്. അതല്ല എങ്കിൽ അസ്ല് പാടില്ല എന്നാണ്. പിന്നെ അങ്ങനെ അദ്ദേഹം 1-2 മസ്അലകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള ജീവികളൊക്കെ കത്തിച്ചു കളയാൻ പറ്റുമോ എന്നാണ്. ഉദാഹരണത്തിന് ഉറുമ്പാണ് അദ്ദേഹം കൊടുത്തത്. ഉറുമ്പ് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഭാഗത്ത് അങ്ങനെ തീയിടാൻ പറ്റുമോ എന്നാണ്. അപ്പം അദ്ദേഹം പറയുന്നു അതുകൊണ്ടല്ലാതെ, അഥവാ അങ്ങനെ ഒരു തീയിടുക എന്നുള്ളത് കൊണ്ടല്ലാതെ അതിനെ ഒഴിവാക്കാൻ നിർവാഹമില്ല എങ്കിൽ അത് അനുവദനീയമാണ്. അതല്ല എങ്കിൽ അസ്ല് പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവസരം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തീയിടുന്ന സമയത്തൊക്കെ അവിടെ ഉറുമ്പോ അല്ലെങ്കിൽ അതുപോലെ ജീവികളോ ഉണ്ട് എങ്കിൽ നമ്മളങ്ങനെ വേഗം പോയി അവിടെ തീയിടരുത്. മാറ്റിയിട്ട് അതില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി തീയിടണം. ചെറിയ ജീവികളെയാണ് എങ്കിൽ പോലും തീ കൊണ്ട് കത്തിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ അങ്ങനെ ഉപദ്രവകാരികളാണ്, അത് എത്ര മറ്റു പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് അത് പോകുന്നില്ല, അപ്പോൾ തീയിട്ടാൽ മാത്രമേ പോകുന്നുള്ളൂ എന്ന് മനസ്സിലായാൽ ആ ഘട്ടത്തിൽ ചെയ്യാം. അതല്ല എങ്കിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമാണ്, ചിലപ്പോൾ നമ്മൾ അതിനെ കത്തിക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കുകയില്ല, മറിച്ച് വേറെന്തെങ്കിലുമൊക്കെ വസ്തുക്കളെ കത്തിക്കാൻ, ചില ചെടികളെയോ മറ്റ് വേസ്റ്റുകളൊക്കെ കത്തിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഉള്ളിൽ പുഴുക്കളും മറ്റുമൊക്കെ ഉണ്ടാകും. അത് കുഴപ്പമില്ല എന്നാണ്. എന്തുകൊണ്ടാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹറക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഖ്ല ബനി നളീർ ഗോത്രക്കാരുടെ ഒരു ഈന്തപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിച്ചിട്ടുണ്ട് എന്നാണ്. നബി റഹ്മത്തുള്ളാഹി പറയും സ്വാഭാവികമായി ഈന്തപ്പനയുടെ ഉള്ളിൽ ഒരുപാട് പുഴുക്കളും കൃമികളും
അങ്ങനെയുള്ള പ്രാണികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിനെ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. അപ്പം അങ്ങനെ ഉദ്ദേശിക്കാതെ ചെയ്യുന്ന സമയത്ത് അത് തെറ്റില്ല. അതല്ല അറിഞ്ഞിട്ടാണ് എങ്കിൽ അത് പാടില്ല എന്നുള്ളത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഹദീസ് عن عبد الله بن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم إذا استأذنت أحدكم امرأته إلى المسجد فلا يمنعها قال فقال بلال بن عبد الله والله لنمنعهن قال فأقبل عليه عبد الله فسبه سبا سيئا ما سمعته سبه مثله قط وقال أخبركم عن رسول الله صلى الله عليه وسلم وتقول والله لنمنعهن وفي لفظ لا تمنعوا إماء الله مساجد الله لا تمنعوا إماء الله مساجد الله. അതിനു മുമ്പ് നേരത്തെ ഒരു ഹദീസിൽ രണ്ട് ഫായിദകൾ കൂടി പറയാനുണ്ട്. അതിലൊന്ന് അംറും ബിൽ മഅറൂഫും നഹിയും അനിൽ മുൻകറും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജമാഅത്ത് നിസ്കാരത്തിൽ നിന്നും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി വിട്ടു നിൽക്കാം എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്താണ് പറഞ്ഞത്? കുറച്ച് സഹാബത്തിനോട് അതിലൊരാളോട് ഇമാമ് നിന്നിട്ട് അവിടെ ജമാഅത്ത് ആരംഭിക്കും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് ആരാണ് നിസ്കരിക്കാത്തത് എന്ന് നോക്കാൻ പോകും എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയുള്ള ഡ്യൂട്ടിയോ മറ്റോ ഉണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യാമെന്നാണ്. ചില ആളുകൾക്ക് ഗൾഫിലൊക്കെ അങ്ങനെ ഒരു സംശയം ഉണ്ടാവാറുണ്ട്. അവിടെ അമ്രും പിന്നെ മഅറൂഫിന്റെ അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ആളുകൾ അവരുടെ വണ്ടി എടുത്തുകൊണ്ട് അസ്സല എന്ന് മറ്റു മാർക്കറ്റുകളിലൊക്കെ ആളുകളെ മുൻകാലത്ത് ഉണ്ടായിരുന്നു, ഇന്നും ചില സ്ഥലത്തൊക്കെ ഉണ്ട്, ആളുകളെ മസ്ജിദിലേക്ക് തളിച്ചു വിടാറുണ്ട്. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും ഇവർക്ക് നിസ്കാരമൊന്നുമില്ലേ വിചാരിക്കും. ഇവർ അസ്സലാ മറ്റു ആളുകളൊക്കെ ജമാഅത്തിന്റെ സമയത്ത് ഇവർ പിന്നീടാണ് നിസ്കരിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്ന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതിന് തെളിവുണ്ട്. ഇവർക്ക് വേറൊരു ജമാഅത്തായി നിസ്കരിക്കാം. അതൊരു പൊതു മസ്ലഹത്തിന് വേണ്ടിയിട്ട് ചില സമയത്ത് അങ്ങനെ അനുവദിക്കപ്പെടും. നിങ്ങൾ മസ്ജിദുൽ നബവിയിലും അതുപോലെ മസ്ജിദുൽ ഹറമിലൊക്കെ അവിടെ പട്ടാളക്കാരായ ആളുകൾ അവരെ സെക്യൂരിറ്റിയായി ഇമാമിനൊക്കെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും, ചില ആളുകൾ ചിന്തിച്ചേക്കും വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത്, അത് ജമാഅത്ത് നിസ്കാരം ഇവർക്കില്ലേ, ഇവർക്കെന്താ ഇപ്പോൾ ജമാഅത്ത് നിസ്കാരം ഇല്ലാതെ അതിൻ്റെ ഇമാമിൻ്റെ കീഴിൽ ഒരു തോക്കും പിടിച്ച് നിൽക്കണം, ഇവരെന്താ ജമാഅത്ത് നിസ്കാരത്തിന് ഫضലൊന്നും ഇവർക്കില്ലേ എന്ന് ചിന്തിച്ചേക്കും. അത് പൊതു മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ഉണ്ടാകുന്ന ശത്രുക്കളായ ആളുകൾ അവരെന്തെങ്കിലും രൂപത്തിലുള്ള ആക്രമണങ്ങൾ അയച്ചുവിടുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ നിൽക്കുന്നത്. അവർ വാതിലിൻ്റെ അടുക്കൽ നിൽക്കുന്നതുണ്ടാകും. മസ്ജിദിൻ്റെ വാതിലുകളുടെ എല്ലാ വാതിലുകളുടെ അടുക്കലും അതിനു വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട്, ഇമാമിന് ചുറ്റുമുണ്ടാകും. ഇതൊക്കെ പൊതു മസ്ലഹത്തിന് വേണ്ടിയിട്ട് ദീനിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതല്ലാതെ അത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ മനസ്സിലാക്കാൻ പാടില്ല. ദീന് മനസ്സിലാക്കാത്ത കുറവുള്ള ആളുകൾ ചിലപ്പോൾ അതൊക്കെ ഒരു മോശമായി കണ്ട് ഇവരൊന്നും നിസ്കരിക്കാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ആ വിഷയങ്ങളൊന്നും ഇവർക്കറിയില്ല എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കുമെന്നുള്ളതിനാൽ ആ കാര്യം മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ചില സന്ദർഭങ്ങളിൽ അവർക്കത് അനുവദിക്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഫായിദ എന്ന് പറയുന്നത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് വരാത്ത ആളുകളെ പ്രത്യേകമായി താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം, വീട്ടിൽ നിന്നൊന്നും കൊണ്ട് ജമാഅത്താക്കിയത് കൊണ്ട് അത് മതിയാവില്ല. അഥവാ ബാങ്ക് കേൾക്കുന്ന സ്ഥലത്ത് ചില ആളുകൾ മസ്ജിദിലേക്ക് വരാതെ വീട്ടിലെ വലിയ ഉപ്പ ഇമാം എന്നിട്ട് ബാക്കി എല്ലാവരും കൂടി അവിടെ ജമാഅത്ത് നിസ്കരിച്ചാൽ അത് മതിയാവുകയില്ല. മറിച്ച് മസ്ജിദിലേക്ക് തന്നെ വരണം. കാരണം മസ്ജിദിലേക്ക് വരാത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ച് പോയിട്ടുള്ളത് എന്ന കാര്യവും കൂടി ഹദീസിൽ മനസ്സിലാക്കാം. ഇനിയിപ്പോൾ വായിച്ച ഹദീസ് ഒന്നുകൂടി വായിക്കുന്നില്ല, അതിന്റെ വിഷയം അതിലേക്ക് നേരെ പ്രവേശിക്കാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ ഇസ്തഅദനത് അഹദകും ഇംറഅതുഹു ഇലൽ മസ്ജിദി ഫലാ യംനഅഹ, നിങ്ങളിൽ ഒരാളോട് നിങ്ങളുടെ ഭാര്യ മസ്ജിദിലേക്ക് പോകുന്നതിന് വേണ്ടി അനുമതി തേടിയാൽ ഫലാ യംനഅഹ, അവളെ നിങ്ങൾ തടയാൻ പാടില്ല എന്നാണ്. അപ്പോൾ ബിലാൽ ഇബ്നു അബ്ദില്ല പറഞ്ഞു. ആരാണ് ബിലാൽ ഇബ്നു അബ്ദില്ല? ബിലാൽ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരമകനാണ് ബിലാൽ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് മകനായ ബിലാൽ പറഞ്ഞു, വല്ലാഹി ലനംനഉഹുൻ, അല്ലാഹുവാണ് അവരെ ഞാൻ തടയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന താബിഈ പറയുകയാണ്, ഫഅഖ്ബല അലൈഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ പറഞ്ഞു കേട്ടപ്പോൾ മകന്റെ നേരെ തിരിഞ്ഞു. ഫസബ്ബഹു സബ്ബൻ സയ്യിഅൻ മാ സമിഅതുഹു സബ്ബഹു മിസ്ലഹു ഖത്തു, അദ്ദേഹം മുമ്പൊന്നും പറയാത്ത രൂപത്തിലുള്ള വളരെയധികം മോശമായിട്ട് തന്റെ മകനോട് പ്രതികരിച്ചു, നന്നായി ചീത്ത പറഞ്ഞു എന്നർത്ഥം.
സാധാരണ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അങ്ങനെ ഒന്നും പറയാറില്ല. ഒരു മുഅ്മിന്റെ സ്വഭാവമാണ്, അങ്ങനെ ചീത്ത വിളിക്കുന്നവനാകാൻ പാടില്ല. പക്ഷേ ഇത് കേട്ട സമയത്ത് മകൻ വല്ലാഹി ലനംനഅഹുന്ന, സ്ത്രീകളെ ഞങ്ങൾ തടയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം ദേഷ്യം പിടിച്ചുകൊണ്ട് മകനെ ചീത്ത പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഉഖ്ബിറുക അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ തടയാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ നിന്നെ അറിയിക്കുന്നു. വതഖൂൽ വല്ലാഹി ലനംനഅഹുൻ, എന്നിട്ട് നീ പറയുകയാണ് അല്ലാഹുവാണ് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും എന്ന് നീ പറയുകയാണോ എന്ന് ചോദിച്ചു. ഇതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ഇതിന്റെ വിശദീകരണം കാണാം. ഇദസ്തഅദനത അഹദുക്കും, നിങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യയോട്, നിങ്ങളിൽ ഒരാളുടെ ഭാര്യ തന്നോട് നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് പോകുന്നതിന് വേണ്ടി അനുവാദം ചോദിച്ചാൽ ഫല യംനഅഹ, തടയാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ അസ്ൽ. സ്ത്രീകൾ മസ്ജിദിലേക്ക് പോകണം എന്ന് അതിനു വേണ്ടി നമ്മളോട് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തടയാൻ പാടില്ല, പോകരുത് എന്ന് പറയരുത്, പോകാൻ അനുവദിക്കണം. അതാണ് അതിന്റെ അടിസ്ഥാനം. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇലൽ മസ്ജിദി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മസ്ജിദിലേക്ക് എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് പോകാൻ വേണ്ടി ഒരു സ്ത്രീ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അനുമതി കൊടുക്കണമെന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇവിടെ ഏതെങ്കിലുമൊക്കെ പുതിയൊരു മസ്ജിദ്, വലിയ മസ്ജിദ് ഉണ്ടാക്കി അപ്പോൾ മസ്ജിദ് കാണാൻ വേണ്ടിയൊക്കെ സ്ത്രീകൾ ചോദിക്കുകയാണെങ്കിൽ അതിനൊന്നും പെർമിഷൻ കൊടുക്കൽ ഈ ഹദീസിൽ വരുന്നില്ല. മറിച്ച് നിസ്കാരത്തിന് പങ്കെടുക്കാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ വലിയൊരു മസ്ജിദ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ മസ്ജിദ് കാണാൻ ഞാൻ പോകട്ടെ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതൊന്നും ഇതിൽ പെടുകയില്ല. മറിച്ച് നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് പോകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഫല യംനഅഹ, അപ്പോൾ തടയാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ബിലാൽ ഇബ്നു അബ്ദുല്ലാ അദ്ദേഹം പറഞ്ഞതിലേക്ക് വരാം. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഒരു മകനാണ്, മക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു വല്ലാഹി ലനംനഅഹുൻ, അല്ലാഹുവാണ് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച ഉദ്ദേശം ശരിയാണ്. അദ്ദേഹം അത് തടയുമെന്നൊക്കെ പറയാൻ അദ്ദേഹത്തിന് ഒരു കാരണമൊക്കെ ഉണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ വാക്ക് അവിടുന്ന് ലാ തംനഉ ലാ യംനഅന എന്ന് പറയുന്ന സമയത്ത് തടയാൻ പാടില്ല, ലാ യംനഅഹ, സ്ത്രീയെ തടയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതേ വാക്ക് ഉപയോഗിച്ച് തടയും എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനോട് എന്തോ ഒരു ധിക്കാരമായി പറയുന്നത് പോലെയാണ്. ഒരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ പറയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം നന്നാണെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തടയാൻ പാടില്ല എന്ന് പറയുമ്പോൾ തടയുമെന്ന് പറയുന്നത് അതിനോടൊരു ധിക്കാര സ്വഭാവമാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ അദ്ദേഹത്തിന് വളരെയധികം ശക്തമായി വിലക്കിയത്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇതേപോലെ വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് എതിരാകുന്ന രൂപത്തിലല്ല, മറിച്ച് അവിടുന്ന് പറഞ്ഞത് ലൗ അദ്റക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദസ നിസാ, ജനങ്ങൾക്ക് സ്ത്രീകൾ ഇപ്പോൾ ഈ ഒരു പുതുതായി ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വന്ന മാറ്റങ്ങളും മറ്റുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ, അവിടുന്ന് ഉണ്ടായിരുന്നെങ്കിൽ ലമനഅഹുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം സ്ത്രീകളെ തടയുമായിരുന്നു എന്നാണ്. കമാ മുനിഅത് നിസാഉ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകാരായ സ്ത്രീകൾ അങ്ങനെ മുമ്പ് തടയപ്പെട്ടിട്ടുണ്ട്. അവരിതേപോലെ ഭംഗിയൊക്കെ കൂട്ടി മസ്ജിദിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ആളുകളെ കാണിക്കാനും അങ്ങനെ ഒരു മസ്ജിദിലേക്ക് വരിക എന്നുള്ളൊരു അവസരമായി കണ്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ വരുന്നൊരു സ്വഭാവം ബനു ഇസ്രായേലുകാർക്ക് ഉണ്ടായപ്പോൾ അവർക്ക് മസ്ജിദിലേക്ക് വരൽ തടയപ്പെട്ടിരുന്നു. അതുപോലെ ആകുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് ചില കാര്യങ്ങളുണ്ട്. സ്ത്രീകൾ മസ്ജിദിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അദബുകൾ പാലിക്കാനുണ്ട്. അവൾ പൂർണ്ണമായ ഹിജാബിലായിരിക്കണം, അവളുടെ സൗന്ദര്യം ആളുകൾ കാണാൻ പാടില്ല, അവൾ അത്തർ പൂശാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾ മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു നാട് ദുഷിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലേക്ക് മസ്ജിദിലേക്ക് വരുന്ന വഴിയിലൊക്കെ ഒരുപാട് തെമ്മാടികളുണ്ട്, ഒരുപാട് അങ്ങനെ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടാൻ സാധ്യതയുള്ള അവസരമൊക്കെ ഉണ്ട്. എങ്കിൽ അങ്ങനെയുള്ള സമയത്ത് സ്ത്രീകളെ തടയാമെന്നാണ്. അപ്പം അങ്ങനെ ഒരു വകുപ്പുണ്ട്. ഇത് അസ്ലി തടയാൻ പാടില്ല എങ്കിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിന്റെ ഹാല് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പോലെ പല പണ്ഡിതന്മാരും പറഞ്ഞത് അത് അവർക്ക് തടയാം, അങ്ങനെയുള്ള അവസരങ്ങളിൽ തടയാം. അതല്ലാതെ ഈ ഹദീസ് കേട്ടിട്ട് സ്ത്രീകൾ ഏത് നേരത്തും പോകാം എന്ന് ചോദിക്കേണ്ടതില്ല. അങ്ങനെ ഒരു പ്രയാസമുള്ള സമയത്താണ് എങ്കിൽ, അത് കൃത്യമാണ് എങ്കിൽ, അങ്ങനെ ശരിക്കും പ്രയാസം ഉണ്ടാക്കണം, അല്ലാതെങ്കിൽ ഈ ഹദീസിനെതിരായി പോകും. അങ്ങനെയുള്ള സമയത്താണ് എങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് തടയാമെന്നാണ്. അതല്ല എങ്കിൽ തടയാൻ പാടില്ല. അതിന് ഉദാഹരണമായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ മസ്ജിദിലേക്ക് പോകുന്നത് വലിയ ഇഷ്ടമായിരുന്നില്ല, എങ്കിലും അവിടുന്ന് തടയുമായിരുന്നില്ല. അങ്ങനെ മകനായ ഇബ്നു ഉമർ ഉമ്മയോട് ചോദിച്ചു, ലിമ തഖ്റുജീന വഖദ് തഅലമീന അന്ന ഉമർ യക്റഹു ദാലിക് വയഗാർ. ഉമർ റളിയല്ലാഹു അൻഹു ഇത് വെറുക്കുന്നു, അദ്ദേഹത്തിന് ഗീറത്തുണ്ട്, ആത്മരോഷമുണ്ട്, ഇങ്ങനെ സ്ത്രീകൾ പുറത്തിറങ്ങി പോകുന്നൊന്നും ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, വമാ യംനഉഹു അൻ യൻഹാനി
ഉമർ റളിയല്ലാഹു അൻഹുവിന് എന്താണ് തടഞ്ഞത്? എന്നെ തടയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്താണ് തടസ്സം? പോകണ്ട എന്ന് പറഞ്ഞൂടെ? അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു കൊടുക്കുന്നത് യംനഉഹു ഖൗലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് അദ്ദേഹത്തെ തടഞ്ഞത്. ലാ തംനഉ ഇമാ അല്ലാഹ് മസാജിദ് അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തികളെ മസ്ജിദിൽ നിന്ന് തടയാൻ പാടില്ല എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലായിരിക്കാം ഒരു കാര്യം, നമുക്കിഷ്ടമല്ലായിരിക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗീറത്തൊക്കെ അറിയപ്പെട്ടതാണ്. എങ്കിൽ പോലും അദ്ദേഹം അത് അവിടെ അടക്കി വെക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ താക്കീതുണ്ട്, തടയാൻ പാടില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില സമയത്തൊക്കെ നമുക്ക് ഭാര്യയോടുള്ള എന്തെങ്കിലുമൊക്കെ ദേഷ്യം കാരണം ഭാര്യ അങ്ങനെ പോകണ്ട എന്ന് നമ്മൾ ധരിച്ചിട്ട് അങ്ങനെ പാടില്ല എന്ന് പറയാൻ പാടില്ല ഈ അവസരത്തിൽ. കാരണം അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ തടയാൻ പാടില്ല എന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പം ഏത് ഘട്ടത്തിലായാലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്ക് അതിനെതിരായിട്ട് നമ്മൾ പറയുക, അതിനെതിരായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് ഒരു ഘട്ടത്തിലും പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇനി ഈ ഹദീസിൽ വന്ന ചില ഫവായിദുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമത്തേത് അന്നഹു ലാ യജൂസു ലിൽ മർഅതി അൻ തഖ്റുജ ഇലൽ മസ്ജിദ് ബിഗൈരി ഇസ്തിഅദാനി സൗജിഹാ, ഭർത്താവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഒരു പെണ്ണിനും മസ്ജിദിലേക്ക് പോകാൻ പാടില്ല. കാരണം ഇത് ഇസ്തഅദനത്, പെർമിഷൻ ചോദിച്ചാൽ എന്ന് അതിൽ പറയുന്നുണ്ട്. അത് പെർമിഷൻ ചോദിക്കുക എന്നുള്ളതാണ് അസൽ. അത് പെർമിഷൻ ചോദിക്കണം, ചോദിക്കാതെ പോകാൻ പാടില്ല. അത് മസ്ജിദിലേക്കാണെങ്കിൽ പോലും ചോദിക്കണം. അപ്പോൾ പ്രത്യേകിച്ചും ഗൾഫിലൊക്കെ ഉള്ള ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാർക്ക് നിങ്ങൾ പൊതുവേ ചോദിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സമയത്ത് ജുമുഅക്കൊക്കെ പോകും എന്നുള്ളത് പൊതുവെ ഭർത്താവിന് അറിയാമെങ്കിൽ അത് മതി. പക്ഷേ അങ്ങനെ ഭർത്താവ് പൊതുവെ അങ്ങനെ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല, ആദ്യമായി അങ്ങനെ പെട്ടെന്ന് തോന്നി, അങ്ങനെ നേരെ പോകാൻ പാടില്ല. നിങ്ങൾ സാധിക്കുന്ന രൂപത്തിൽ അത് വിളിച്ച് അന്വേഷിക്കണം. ഭർത്താവിനോട് അനുമതി തേടുക എന്നുള്ളത് അത് ഭാര്യയുടെ ഭാഗത്ത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അനുമതി തേടാതെ പോകുക എന്നുള്ളത് പാടില്ല. പല സ്ത്രീകളും ഇതിൽ വീഴ്ച വരുത്താറുണ്ട്. മസ്ജിദിലേക്കായിരിക്കുകയില്ല, മറിച്ച് പല കാര്യങ്ങൾക്കും, പല ഫംഗ്ഷനുകൾക്ക്, പല ഷോപ്പിങ്ങിന് പോകുക, ഒന്നും ഭർത്താവിനോട് ചോദിക്കുകയില്ല. ചില ആളുകൾ അത് ചോദിച്ചാൽ ചിലപ്പോൾ വേണ്ട എന്ന് പറയുന്നൊക്കെ പേടിച്ചിട്ട് ചോദിക്കാതിരിക്കും. വലിയ തെറ്റാണ്. ഭർത്താവിന്റെ ഹക്കിൽപ്പെട്ടതാണ്, അവകാശത്തിൽപ്പെട്ടതാണ്. ഭാര്യ എവിടെ പോകണം എവിടെ പോകണ്ട എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അത് പെർമിഷൻ ചോദിക്കുക, ഇസ്തിഅ്സാൻ ചോദിക്കുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അവർ ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത്, അവൻ മസ്ജിദിലേക്കാണെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടിയാണെങ്കിൽ തടയാൻ പാടില്ല. അഥവാ മറ്റ് വേറെ പ്രശ്നങ്ങളൊന്നും ആ പോകുന്ന വഴിയിലില്ല എങ്കിൽ തടയാൻ പാടില്ല. 2, ജവാസ് ഖുറൂജിൽ മർഅതി ഇലൽ മസ്ജിദ്, സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ അനുവാദമുണ്ട് എന്നുള്ളത് ഈ ഹദീസിലുണ്ട്. അല്ലെ, നമ്മുടെ നാട്ടിൽ ഒരു വിവരവുമില്ലാതെ സ്ത്രീകൾ മസ്ജിദിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ ഹദീസിന് നേർവിരുദ്ധമാണ് അവർ പറയുന്നത്. എത്ര വ്യക്തമാണ്! മസ്ജിദിലേക്ക് സ്ത്രീ അനുമതി ചോദിച്ചാൽ അത് തടയാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഹദീസുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് സ്ത്രീകൾ മസ്ജിദിൽ പോകാൻ പാടില്ല, മസ്ജിദിൽ സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയാൻ സാധിക്കാൻ യാതൊരു തെളിവും അതിനില്ല. അതിന് യാതൊരു തെളിവുമില്ല. അസ്ൽ അവർക്ക് പോകാം എന്നുള്ളത് തന്നെയാണ്. പിന്നീട് നാം പറഞ്ഞതുപോലെ ഫിത്നയുടെ കാലഘട്ടം ഉണ്ടാകുന്ന സമയത്ത് പോകുന്ന വഴിയിലും മറ്റും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അപ്പോൾ തടയാം എന്നുള്ളതാണ്. അതല്ല എങ്കിൽ പോകൽ അനുവദനീയമാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി അടുത്ത ഫായിദയായിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന ലിർറജുലിൽ അൽ വിലായത അലൽ മർഅ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുണ്ട്. കാരണം അതുകൊണ്ടാണ് സ്ത്രീയോട് പെർമിഷൻ ചോദിക്കാൻ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞതുപോലെ അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർക്കാണ് സ്ത്രീയുടെ മേൽ നിയന്ത്രണാവകാശമുള്ളത്. ബിമാ ഫദ്ദലല്ലാഹു ബഅദുഹും അലാ ബഅദുഹും അലാ ബഅദ്, കാരണം അള്ളാഹു പുരുഷനാണ് സ്ത്രീയെക്കാളും അവകാശം കൊടുത്തിട്ടുള്ളത്. അല്ല, ഇന്ന് ചില ഫെമിനിസം ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരേ ഹക്കാണ്. എനിക്ക് പോകണമെങ്കിൽ ഞാൻ പോകും, അത് നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കും നിങ്ങൾക്കൊക്കെ ഒരേ അവകാശമാണ് എന്ന് വാദിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ കുഫറിന്റെ വാദമാണ് പറയുന്നത്. അള്ളാഹു തആല പറഞ്ഞതിന് എതിരായിട്ടാണ് പറയുന്നത്. മറിച്ച് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷനാണ് ഹക്കായിട്ടുള്ളത്. അടുത്ത ഫായിദ അദ്ദേഹം പറഞ്ഞത്, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ മസ്ജിദിലേക്ക് തടയാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം അത് നമ്മൾ നേരത്തെ വിശദീകരിച്ച കാര്യമാണ്. 5ാമത്തെ കാര്യമായി പറഞ്ഞത്, ഇനിയൊരു പെണ്ണ് മസ്ജിദിലേക്കല്ലാത്ത ഒരു സ്ഥലത്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ പറ്റുമോ എന്നുള്ളത്. തടയാൻ പറ്റുമെന്നുള്ളത്. കാരണം മസ്ജിദിൽ മാത്രമേ തടയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. മസ്ജിദ് അല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ചോദിച്ചു, ഇന്ന സ്ഥലത്ത് ഒരു പ്രസംഗം നടക്കുന്നുണ്ട്, പോകട്ടെ എന്ന് ചോദിച്ചാൽ തടയാം, യാതൊരു കുഴപ്പമില്ല, അതിന് വിലക്ക് വന്നിട്ടില്ല. ഇന്നടുത്ത് സമ്മേളനം ഉണ്ട്, പോകട്ടെ സ്ത്രീ ചോദിച്ചു, തടയാം. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തടയാം. അത്
വേറെ എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ സ്ഥലത്ത് ഞാൻ പഠിക്കാൻ പോകട്ടെ, പഠിപ്പിക്കാൻ പോകട്ടെ എന്ന് ചോദിച്ചാലും തടയാം. കാരണം മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വരുന്ന കാര്യമാണ്, തടയാൻ പാടില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപക്ഷെ ഇങ്ങനെ ചോദിച്ചേക്കാം, ഹൽ തുൽഹിഖൂന അൽ മദാരിസ ബിൽ മസാജിദി ഔ ബിഗൈരിഹ, മസ്ജിദിനോട് ഈ മദ്രസകളൊക്കെ ചേർത്തി പറയാൻ പറ്റുമോ? അഥവാ ബിമഅന ഹൽ ലിൽ ഇൻസാനി അൻ യംനഅ സൗജതഹു മിന ദിറാസതി ഔ ലാ, തൻ്റെ ഭാര്യ പഠിക്കുന്നതിനെ തൊട്ട് ഒരു പുരുഷൻ ഭർത്താവിനെ സംബന്ധിച്ച് തടയാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, അഖ്ദിന്റെ സമയത്ത്, നിക്കാഹ് നടക്കുന്ന സമയത്ത് വല്ല ഷർത്തും വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പഠനം പൂർത്തിയാക്കണം എന്ന് ഭാര്യ ഷർത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ തടയാൻ പറ്റൂല. കാരണം അങ്ങനെ ഷർത്ത് വെച്ചാൽ ആ ഷർത്ത് പൂർത്തിയാക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്, മുഅ്മിനീങ്ങളെ നിങ്ങളുടെ കരാറുകൾ നിങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. നിക്കാഹിന്റെ സമയത്ത്, അഖ്ദിന്റെ സമയത്ത് കല്യാണം കഴിഞ്ഞാലും എനിക്ക് പഠിക്കണം എന്ന് നിബന്ധന വെച്ചിട്ടുണ്ട്, എന്നിട്ട് ആ നിബന്ധന അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അത് തടയാൻ പാടില്ല. കാരണം അങ്ങനെ ഷർത്ത് വെച്ചു കഴിഞ്ഞു, അങ്ങനെയുള്ള ഷർത്തുകൾ അത് ശ്രദ്ധിക്കണം. ചില സ്ത്രീകൾ കല്യാണം കഴിക്കുന്ന സമയത്ത് രണ്ടാമത് മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഷർത്ത് വെച്ചാൽ ആ ഷർത്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പാടില്ല. ഈ സ്ത്രീ മരിക്കുന്നത് വരെ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഷർത്ത് വെക്കുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ അങ്ങനെ ഷർത്തൊന്നും വെച്ചിട്ടില്ല എങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഇനി തോന്നുകയാണ് ഇനി പഠിക്കേണ്ടതില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് തടയാവുന്നതാണ്. അത് ഈ മസ്ജിദിൽ തടയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരികയില്ല എന്നുള്ളത്. അടുത്തൊരു ചോദ്യമായി അദ്ദേഹം പറയുന്നത്, അതുപോലെ തന്നെ സ്ത്രീ തൻ്റെ കുടുംബങ്ങളൊക്കെ സന്ദർശിക്കുന്നത്, സിലത്തുർ റഹിം, കുടുംബബന്ധം അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തടയാൻ പാടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ മസ്ജിദ് അല്ലാത്ത എല്ലാം തടയാമെന്ന് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ കുടുംബക്കാരുടെ വീട്ടിലേക്കൊക്കെ പോകട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് തടയാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അത് തടയാൻ പാടില്ല. സിലത്തുർ റഹിം എന്നുള്ളത് വാജിബായ, കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് തടയാൻ പാടില്ല. വാജിബായ ഒരു കാര്യം തടയുക എന്നുള്ളത് ഹറാമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു, എന്നാൽ അവിടെ ചില ഇസ്തിസ്നാ ഉണ്ട്. ഇന്ന വീടുകളിലേക്ക് പോയാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അവൾക്ക് വലിയ ദോഷകരമാണ്. അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളെയോ അതല്ലെങ്കിൽ അവരുടെ സ്വഭാവപരമായ കാര്യങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ പ്രയാസം അവൾക്കുണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ തടയാം എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നത്, ഉദാഹരണത്തിൽ ചോദിക്കുകയാണ്, ഉമ്മയുടെ അടുത്തേക്ക് സ്ത്രീ അവളുടെ ഉമ്മയുടെ അടുത്തേക്ക് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ അസ്ലി തടയാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ലാക്കിൻ യുസ്തസ്നാ മിൻ ദാലിക്, അതിൽ ചില ഒഴിവുണ്ട്. ഇദാ റഅ അന്നഹ ഇദാ ദഹബത് ഇലാ ഉമ്മിഹ ഔ അഖാരിബിഹ, അവളുടെ ഉമ്മയുടെ അടുക്കലേക്കോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ അടുക്കലേക്കോ പോയാൽ അഫ്സദുഹ അലൈഹി, അവർ കുഴപ്പത്തിലാക്കും, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അവളെ കുഴപ്പത്തിലാക്കുമെങ്കിൽ, കമാ യൂജദു മിൻ ബഅദിന്നാസ് വൽ ഇയാദു ബില്ലാഹ്, ഇപ്പോൾ ചില ആളുകളുടെ ഇടയിലൊക്കെ കാണുന്നത് പോലെ, അല്ലാഹുവിലാണ് അഭയം. എന്നിട്ട് പറഞ്ഞു, ഫമിനന്നാസി മൻ ഇദാ റഅ അലാഖതൻ ത്വയ്യിബതൻ ബൈനൽ മർഅതി വ സൗജിഹ, ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ നല്ല ബന്ധമാണെന്ന് ചില കുടുംബക്കാർ കണ്ടു കഴിഞ്ഞാൽ, അഥവാ പ്രത്യേകിച്ച് ഉമ്മയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, ഹാവല ഇഫ്സാദ ഹാദിഹിൽ അലാഖത വ തഅകീറഹ, അതെങ്ങനെയെങ്കിലൊക്കെ കുഴപ്പത്തിലാക്കി ഒരു പ്രശ്നത്തിലാക്കണം എന്നുള്ളത് അവർ അതിനുവേണ്ടി പരിശ്രമിക്കും. വൽ അജബ്, അത്ഭുതം എന്ന് പറയുന്നത്, അന്ന ബഅദൽ ഉമ്മഹാത്ത്, ചില ഉമ്മമാർ, ഇദാ റഅത് അലാഖതൻ ത്വയ്യിബതൻ ബൈന ഇബ്നതിഹ വ സൗജിഹ, തന്റെ സ്വന്തം മകളും ഭർത്താവും നല്ല ബന്ധത്തിലാണെന്ന് കാണുന്ന ചില ഉമ്മമാരുടെ കാര്യത്തിൽ അത്ഭുതമാണ്. ഹാവലത്തൻ തുഫ്സിദ ബൈനഹും, അവർ രണ്ടുപേരും തമ്മിൽ നല്ല നിലക്കല്ലാതാകണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കും. കഅന്നഹ ദർറത്തുൻ ലഹ, അവളുടെ ലറ എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യയുടെ ലറ എന്ന് പറഞ്ഞാൽ ഭർത്താവിനുണ്ടാകുന്ന വേറൊരു ഭാര്യയാണ്. അപ്പൊ അവർ തമ്മിലാണ് പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതുപോലെയാണ് ചില ഉമ്മമാർ ചെയ്യുന്നത് എന്നാണ്. സ്വന്തം മകൾ ഭർത്താവുമായി നല്ല നിലക്ക് ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് പ്രശ്നമാണ്. അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മോശങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഈ ഉമ്മയുടെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നമാണ്. അപ്പം അങ്ങനെ രൂപത്തിലുള്ള ഫസാദ് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള കുടുംബക്കാരോ അത് ആരോ ആകട്ടെ, അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് പോകട്ടെ എന്ന് ചോദിക്കുകയാണ് എങ്കിൽ അവരെ തടയാമെന്നാണ്. അതല്ല അസിൽ, അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ഉമ്മയും നല്ല കുടുംബവും ഒക്കെയാണ്, അങ്ങനെയുള്ള സമയത്ത് തടയാൻ പാടില്ല എന്ന്. ചില ആളുകൾ അതും ചെയ്യും, നല്ല കുടുംബമൊക്കെ ആയിരിക്കും, അത് പോകണ്ട എന്നൊക്കെ പറയും. ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ദേഷ്യം കൊണ്ടായിരിക്കും, ഭാര്യയോടുള്ള വല്ല ദേഷ്യം കൊണ്ട്, ഭാര്യയോട് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്തുണ്ട് എതിർപ്പ് കൊണ്ട്, ആ സമയത്ത് ഭാര്യ ഞാൻ വീട്ടിലേക്ക് പോകട്ടെ, വീട്ടിലേക്ക് കൊണ്ടുവിടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല നീ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച്
അനുവദിക്കാത്ത ആളുകൾ, അവർ ഹറാമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം സിലത്തുർ റഹീം, കുടുംബബന്ധം പുലർത്തുക, കുടുംബത്തിനെ സന്ദർശിക്കുക പോലെയുള്ള കാര്യങ്ങൾ അത് തടയപ്പെടാൻ പാടില്ല. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഫസാദ് ഭാര്യയിൽ ഉണ്ടാകും എന്ന് ഉണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് തടയാൻ അനുവാദമുള്ളൂ. അതല്ല എങ്കിൽ തടയാൻ പാടില്ല എന്നുള്ളതാണ്. വേറൊരു ഫായിദ അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമിനോട് അങ്ങേയറ്റത്തെ അദബ്, മര്യാദ ഒരാൾ പുലർത്തണമെന്നാണ്. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സാധാരണഗതിയിൽ അദ്ദേഹം അങ്ങനെ ഒരു ചീത്തയും പറയാറില്ല എന്നാണ്. അദ്ദേഹം ഒരാളോടും അങ്ങനെ ദേഷ്യം പിടിച്ച് സംസാരിക്കാറില്ല എന്നാണ്. പക്ഷെ തന്റെ മകനായ ബിലാൽ, അദ്ദേഹം വല്ലാഹി ലനംനഉഹുന്ന, അല്ലാഹുവാണ് നമ്മൾ തടയുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ലാ യംനഅഹ എന്ന് പറഞ്ഞതിനെതിരായി വന്നപ്പോൾ അദ്ദേഹം വളരെ ശക്തമായി ചീത്ത പറഞ്ഞു എന്നാണ്. റിവായത്ത് ചെയ്യുന്ന താബിഈ പറയാണ്, ഞാൻ അങ്ങനെ ഒരാളെയും ചീത്ത പറയുന്നത് കണ്ടിട്ടില്ല. കാരണം അതാണ് ഒരു മുഅ്മിന്റെ അസൽ സ്വഭാവം. അങ്ങനെ ദേഷ്യം പിടിച്ച് ആളുകളോട് ചീത്ത പറയുന്ന ആളുകളായിരിക്കില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമിനോട് എതിരാകുന്ന സമയത്ത് അദ്ദേഹം ശക്തമായി പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്കിന് എതിരാകുന്ന ഒന്നും തന്നെ ഒരു വാക്കാലോ പ്രവർത്തിയാലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ സുന്നത്തിന്റെ പ്രാധാന്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരത്തിന്റെയും അവിടുത്തെ പ്രവൃത്തിയുടെയും പ്രാധാന്യം പറയുന്ന സമയത്ത് ഈ ഹദീസ് കൊണ്ടുവരാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ എത്രമാത്രം ആദരവോടുകൂടി കാണണം എന്ന് തെളിവെടുക്കാറുണ്ട് ഈ ഹദീസ്. കാരണം അങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് സമിഅനാ വഅതഅനാ, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. നമുക്കതിനോട് ഒരു വിയോജിപ്പോ എതിർപ്പോ ഒക്കെ തോന്നിയാൽ പോലും നമ്മളതിനെതിരെ ഒന്നും തന്നെ പറയാൻ പാടില്ല. മറിച്ച് നമ്മുടെ ശരീരത്തിനോട്, നമ്മുടെ നഫ്സിനോട്, റസൂലുള്ളാഹിന്റെ ഹദീസിനോട് താല്പര്യമുണ്ടാക്കാനാണ് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. പിന്നീട് ഒരു ഫായിദയായിട്ട് അദ്ദേഹം പറഞ്ഞത്, സഹീഹൈനിൽ അല്ലാത്ത, ബുഖാരി മുസ്ലിമും അല്ലാത്ത ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ ഹദീസിന്റെ അവസാനത്തിൽ അഥവാ രണ്ടാമതൊരു റിവായത്തായിട്ട് പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹ് മസാജിദ് അല്ലാഹ് എന്ന ബുഖാരി മുസ്ലിമിലെ റിവായത്ത് പറഞ്ഞു. എന്നാൽ ഇമാം അഹ്മദും അതുപോലെ അബൂദാവൂദും ഒക്കെ ഉദ്ധരിക്കുന്ന റിവായത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ കൂടെ വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീടുകളാണ് അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് സ്ത്രീകൾ അത് മനസ്സിലാക്കണം. തടയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വേഗം ചോദിക്കും, അപ്പം എന്തായാലും തടയില്ല എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും മസ്ജിദിലേക്ക് വരണമെന്ന് നിർബന്ധം പിടിക്കേണ്ടതില്ല. മറിച്ച് അവർ മനസ്സിലാക്കേണ്ടത് അവരുടെ വീട് തന്നെയാണ് അവർക്ക് ഏറ്റവും ഖൈറുള്ളത് എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മസ്ജിദുൽ ഹറമിൽ നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ അതല്ല, മസ്ജിദിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫായിദയുണ്ട് എങ്കിൽ അവർക്ക് പെർമിഷൻ ചോദിക്കാം. അതല്ല എങ്കിൽ അവരുടെ വീടുകളിൽ തന്നെ നിസ്കരിച്ച് ശീലിക്കുക, അതാണ് അവൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാണ് ജമാഅത്ത് നിസ്കാരം അത് വാജിബാണെന്ന് അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. ഇനി ഇതേ അധ്യായത്തിൽ തന്നെ അദ്ദേഹം സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഹദീസുകളും കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തി നമ്മളിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.